വചനത്തിലേക്ക് കിടക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോഴൊക്കെ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഞാൻ ദൈവവചനത്തെ അഗാധമായി സ്നേഹിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയെ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവങ്ങളെക്കാൾ എൻ്റെ സ്തോത്രം എനിക്ക് തന്നിരിക്കുന്ന കൃപകളെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്തോത്രത്തോടെ ഓർക്കുന്നു. പക്ഷെ അതിനേക്കാൾ കർത്താവിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളെ ആരെങ്കിലും ദൈവത്തിന് സഹായിക്കണമെങ്കിൽ ദൈവം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ, നിങ്ങളുടെ വിഷയം ഇരിക്കുന്നിടത്ത് അവിടെ ചെന്ന് പ്രവർത്തിക്കാൻ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അയക്കുന്നത് വചനമായിരിക്കും. ദൈവത്തിൻ്റെ വചനം അയച്ച് ദൈവം വിടുവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്തോത്രം. ഒരാളെ മാനസാന്തരപ്പെടുത്തണമെങ്കിൽ, ഒരാളെ ധൈര്യപ്പെടുത്തണമെങ്കിൽ, ഒരു പിന്മാറ്റക്കാരനെ മടക്കി വരുത്തണമെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഒരാളെ സൗഖ്യമാക്കണമെങ്കിൽ, ഇതിനെല്ലാം ദൈവം ഉപയോഗിക്കുന്ന വചനമായിരിക്കും. ആ വചനം ഇന്ന് പകൽക്കാലം വളരെ ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞ ഒരു വാക്ക്, സ്തോത്രം, ഒന്നല്ല, ഞാൻ വേദപുസ്തകത്തിനകത്ത് യിരെമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് കണ്ടിരിക്കുന്നത് 5 പ്രാവശ്യം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഉറപ്പ്. ഒരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ദൈവം വിളിച്ചിറക്കുമ്പോൾ, പ്രവാചകനായിട്ടാണ് വിളിക്കുന്നത്, ഒരു പ്രീച്ചറായിട്ടല്ല. മത്സരഗ്രഹത്തിൻ്റെ ഇടയിലാണ് വിളിക്കുന്നത്. വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്നിട്ടും ദൈവം യിരെമ്യാവിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് 5 വാക്യങ്ങളിലൂടെ വചനം എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. സ്തോത്രം. എത്ര പേർക്ക് ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്? സ്തോത്രം. എനിക്ക് ഒരു അനുഗ്രഹീത ദൂത് നിങ്ങളോട് പറയണം. പക്ഷെ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് താല്പര്യം ഉള്ളത് കൊണ്ട് അത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. യിരെമ്യാവിനെ ദൈവം പ്രൊമോട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. 5 വാക്യങ്ങളിലൂടെയാണ് പറയുന്നത്. വേണമെങ്കിൽ പെട്ടെന്ന് നോക്കാമെങ്കിൽ, എഴുതി വെക്കാമെങ്കിൽ വേഗം നോക്കിക്കോ. നിങ്ങളൊരു ശുശ്രൂഷകനാണെങ്കിൽ, നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആരും അടുത്തില്ലാത്തപ്പോൾ വചനം പുസ്തകത്തിലിരിക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നത്, ഒരുപക്ഷെ എഴുതി സൂക്ഷിക്കുന്നത്, നിങ്ങളുടെ ശുശ്രൂഷയുടെ ആധാരമാക്കുന്നത് അനുഗ്രഹമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ 5 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത് 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലാണ്. 1:9 യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ദൈവം യിരെമ്യാവിനോട് ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. സ്തോത്രം. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച്, ഒരു കർത്തൃദാസനെ സംബന്ധിച്ച് എത്ര സന്തോഷമുള്ള കാര്യമാണെന്നറിയാമോ? എത്ര പേർ ഇതിനകത്ത് ശുശ്രൂഷിക്കുന്നവരുണ്ടെന്നറിയില്ല, എത്ര പേർ ദൈവിക ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരുണ്ടെന്നറിയില്ല. ഒരു കർത്തൃദാസനെ, ഒരു ദൈവദാസിയെ സംബന്ധിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വചനം പുസ്തകത്തിലല്ല, വചനം ഒരു പ്രസംഗക്കുറിപ്പിലല്ല. എന്നെ സംബന്ധിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ വായിൽ വചനം തരുന്നൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് എനിക്ക് ഭയങ്കര ബലമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകരം ഞാൻ ക്രൈസ്റ്റ് സെന്ററിനെ അനുഗ്രഹിക്കുകയാണ്. വിചാരിച്ചതല്ല, എഴുതി വെച്ചതല്ല, പഠിച്ചതല്ല. സ്തോത്രം. മറിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ വചനം വായിൽ തന്ന് അനുഗ്രഹിപ്പാൻ ഇതിനകത്ത് ചിലരെ പരിശുദ്ധാത്മാവ് അതീവ ശക്തിയോടെ ഹല്ലേലൂയ അനുഗ്രഹിക്കാൻ തുടങ്ങട്ടെ. ഇന്ന് വരെ നിങ്ങൾ ചെയ്തതിനേക്കാൾ, ഇന്ന് വരെ കണ്ടതിനേക്കാൾ അപ്പുറമായി ഞാൻ വിചാരിച്ചില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, ഈ വാക്യം എവിടാന്നറിയില്ല, പക്ഷെ എൻ്റെ വായിൽ ആ വചനം ദൈവം തന്നു എന്ന്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുന്നു, ഈ ഉപവാസം കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ. എവിടാണെന്നറിയില്ല, പക്ഷേ ചില വിഷയങ്ങളുടെ കെട്ടുകളെ പൊട്ടിക്കാൻ, ചില വിഷയങ്ങളുടെ കരിമ്പാറകളെ തകർക്കാൻ വചനത്തിന് കഴിയുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ആത്മാവിൽ പറഞ്ഞ് സ്തോത്രം ചെയ്യുക. വായിൽ വചനം തരുന്നൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അധരങ്ങളിൽ വചനം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. 1 യിരെമ്യാവിന് ഉറപ്പ് നൽകുന്നു, നീ ബാലനാണ്, സ്തോത്ര, കഴിവ് കുറവാണ്, ഇതൊക്കെ ശരിയാണെങ്കിലും നീ നിൽക്കുന്നിടത്ത് ഞാൻ എൻ്റെ വചനം നിൻ്റെ വായിൽ തരും. ഒന്നാമത്തത്. രണ്ടാമത്തത് 12-ാമത്തെ വാക്യത്തിനകത്താണ് എഴുതിയിരിക്കുന്നത്. 12-ാം വാക്യം: യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിയാകേണ്ടതിന്
ഞാൻ ജാഗരിച്ചു കൊള്ളും എന്നരുളി ചെയ്തു. രണ്ടാമത്തെ പ്രത്യേകത, നിന്റെ കയ്യിൽ വചനം തന്ന് സ്തോത്രം നിനക്കൊരു സ്റ്റേജ് പ്രോഗ്രാമിന് അവസരം ഉണ്ടാക്കി തരുമെന്ന് മാത്രമല്ല ദൈവം പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ പ്രത്യേകത, നീ നിന്റെ വായിൽ ഞാൻ തരുന്ന വചനം എവിടെ ചെന്ന് പറയുന്നു അവിടെ ആ വചനം നിവർത്തിയാകാൻ ഞാൻ ജാഗരിക്കുമെന്ന്. ഹല്ലേലൂയ. ഒരു ദൈവദാസനെ സംബന്ധിച്ച്, ഒരു സഭയെ സംബന്ധിച്ച്, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് സ്തോത്രം വചനം നിവർത്തിയാകുക എന്ന് പറയുന്നിടത്തോളം സന്തോഷം വേറൊന്നുമില്ല. വായിൽ വചനം കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ് നിവർത്തിയാകുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ വർഷം 18ാമത്തെ ദിവസം ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് കർത്താവ് എൻ്റെ കയ്യിൽ തന്ന വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുകയാണ്. സ്തോത്രം. എവിടെയെങ്കിലും വെച്ച് നിങ്ങളെയോ നിങ്ങളുടെ കർത്തൃദാസന്മാരെയോ കാണുമ്പോൾ അന്ന് സ്തോത്രം ഇവിടെ വന്ന് ഡിസംബർ മാസം 19-ാം തീയതി ഞങ്ങളുടെ ചർച്ചിൽ അങ്ങ് പറഞ്ഞ വചനം നിവർത്തിയായി എന്ന് പറയുന്നതിനേക്കാൾ സന്തോഷം വേറെ ഒന്നും ഒരു ശുശ്രൂഷകനില്ല. ഞാൻ ആത്മാവിൽ പറയുന്നു, വചനം കേൾക്കാനുള്ളതല്ല, വചനം എഴുതി വെക്കാനുള്ളതല്ല, വചനം മതിലെ എഴുതാനുള്ളതല്ല, നിന്റെ ഹൃദയത്തിൽ വീഴുന്ന ഇന്ന് ക്രൈസ്റ്റ് സെന്ററിൽ പകരപ്പെടുന്ന വചനം ഇവിടെ നിവർത്തിയാകാനുള്ളതാണ്. നിന്റെ കുടുംബത്തിനകത്ത് തലമുറയിൽ എത്ര പേർ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയും? ഒരുക്കപ്പെടുന്ന ജനം ഒരുമിച്ച് നന്ദിയോടെ പറ, നിവർത്തിയാകാനുള്ള വചനം ഇന്ന് രാത്രി ഇന്ന് പകരക്കാലം നമ്മൾ പകരാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അന്യഭാഷയിൽ സ്തോത്രത്തോടെ ദൈവകൃപയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരല്പസമയം കൂടി കർത്താവേ, ഒരു കഥ കേൾക്കാനല്ല, അബ്രഹാമിൻ്റെയോ ഇസഹാക്കിൻ്റെയോ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാത്ത ശൂന്യമായി പടകുമായി നിന്ന് പത്രോസിൻ്റെയോ ഒരു കഥ കേൾക്കാനല്ല ഞങ്ങൾ ഈ പട്ടണത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാണ്? നിവർത്തിയാകാനുള്ള വചനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഈ തുടക്ക സമയത്ത് വിശ്വസിച്ചുകൊണ്ട് എത്രത്തോളം സ്തോത്രത്തോടെ നിങ്ങൾക്ക് ആ വാക്കിനെ, ആ വചനത്തെ ഏറ്റെടുക്കാമോ അത്രയും ഏറ്റെടുക്കുക. 19-ാം തീയതി സ്വർഗം നിനക്ക് തരുന്ന വചനം 2024 കഴിയുന്നതിനേക്കാൾ മുമ്പ് നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകാൻ, നിന്റെ കുടുംബത്തിൽ നിവർത്തിയാകാൻ, തലമുറയിൽ നിവർത്തിയാകാൻ ആത്മ നിറവോടെ ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാവരും കൂടി ഒരുമിച്ച് എത്രത്തോളം സ്തുതിക്കാമോ അത്രത്തോളം സ്തുതി കരേറ്റിക്കൊണ്ട് നിവർത്തിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഒരു പുതിയ ദൂതല്ല, ഇതുവരെ കേൾക്കാത്തൊരു പ്രസംഗമല്ല, എന്താണെങ്കിലും ഒരു പഴയ വാക്യമാണെങ്കിലും ഒരു പക്ഷേ ശ്രോത്ര ഇന്നലകളിൽ കേട്ടതാണെങ്കിലും ഇന്നിവിടെ കേൾക്കുന്നത് എൻ്റെ വീട്ടിൽ നിറവേറണം, എൻ്റെ സഭയിൽ നിറവേറണം, എൻ്റെ യാത്രയിൽ നിറവേറണം, എൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ നിറവേറണം. യേശുവിൻ്റെ നാമത്തിൽ വചനം സ്തോത്രം നിറവേറ്റുന്നൊരു ദൈവമുണ്ട്, നിവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, അതിനെ ദൈവമായ കർത്താവ് തെളിയിക്കുന്നൊരു ദൈവമുണ്ട്. അതിനായി ദൈവത്തിന് നന്ദിയോടെ ശബ്ദമുയർത്തി ദൈവജനം ഒരുമിച്ച് സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്ക് യിരെമ്യാവിനോട് പറയുന്നത്, മൂന്നാമത്തത് 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്താണ്. 14-ാമത്തെ വാക്യത്തിനകത്താണ് അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. അതിൻ്റെ ഹല്ലേലൂയ പശ്ചാത്തലം എന്തുമാകട്ടെ, പക്ഷെ ഇന്ന് പകലിൽ മൂന്നാമത്തെ ലെവൽ ഞാൻ പറയാം. യിരെമ്യാവ് എന്ന ശുശ്രൂഷകനെ പതുക്കെ ദൈവം പൊക്കിക്കൊണ്ടുവരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ബാലനാണെന്ന് പറഞ്ഞ് പുറകോട്ട് മാറി നിൽക്കുന്നവനോട് പറയുന്നു, നീ വീട്ടിൽ നിന്നൊന്നും എഴുതിക്കൊണ്ട് വരണ്ട, നീ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട, നീ നിൽക്കുമ്പോൾ ഞാൻ നിനക്ക് നിൻ്റെ വായിൽ വചനം തരാം. സ്തോത്രം. അത്ര ഉറപ്പ് തരുന്നൊരു ദൈവം നമുക്കുള്ളത് കൊണ്ട് എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ. രണ്ട്, നീ പേടിക്കണ്ട, നീ ഒരു കാര്യം ചെന്ന് പറഞ്ഞിട്ട് വന്നാൽ അത് നിവർത്തിയാകാൻ ഞാൻ ജാഗരിച്ചോളാം. നീ പറയുന്ന വചനം നിവർത്തിയാകാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, നിന്റെ ദൂതുകൾ നിവർത്തിയാകാൻ തുടങ്ങിയാൽ നിന്നെ ഒരു ശക്തിക്കും പിന്നെ പിടിച്ചു കെട്ടാൻ പറ്റിയല്ല. ഹല്ലേലൂയ. മൂന്നാമത്തെ ലെവൽ 5:14 യിരെമ്യാവിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ജനത്തെ ഉണങ്ങിയ വിറകും
നിന്നെ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനത്തെ തീയുമാക്കും. ഇന്ന് പകലിൽ സംഭവിക്കട്ടെ. ഒരു തീപിടുത്തം ഇതിനകത്തുണ്ടാകട്ടെ. അന്ധകാരത്തിൻ്റെ വ്യാപാര ശക്തികൾ, നിന്നെ സ്വത്രം വല്ലാതെ ഭാരപ്പെടുത്തുന്ന പോരാട്ടങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങിയ വിറക് പോലെ ഒരു വലിയ തീപിടുത്തം സംഭവിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പശ്ചാത്തലം, ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇന്ന് പകലിലൊരു മരവിച്ച സ്ഥിതി ഇതിനകത്തുണ്ടാകരുത്. മറിച്ച് ഒരു ആത്മാവിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കണം. ചില വിഷയങ്ങളെ സ്വർഗ്ഗം ഇന്ന് കത്തിക്കാൻ തുടങ്ങണം. നിന്നിൽ തീ പിടിച്ചാൽ, നിന്റെ ഹൃദയം കത്താൻ തുടങ്ങിയാൽ, നിന്റെ ഉള്ളുരുകാൻ തുടങ്ങിയാൽ, യേശുവിൻ്റെ നാമത്തിൽ ചില കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്. പ്രവാചകനോട്, ശുശ്രൂഷകനോട് ദൈവം അരുളി ചെയ്തു, നിന്റെ വായിൽ വചനം തീയായി മാറാൻ പോകുകയാണ്. ആ തീക്കകത്ത് ചിലർ കത്താൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആ ഒരു തീക്കകത്ത് എന്നെ കൂടെ, ദൈവമായ കർത്താവേ, നീ എന്നെ കൂടെ ഈ പകൽ കത്തിക്കണമേ, അശുദ്ധിയെല്ലാം മാറണമേ എന്ന് പ്രാർത്ഥിക്കാൻ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ശക്തിയുടെ സ്തോത്രം വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. 23-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്താണ് അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്. 4-ാമത്തത് എഴുതിയിരിക്കുന്നത് 23:9. പ്രവാചകന്മാരെ കുറിച്ചുള്ള അരുളപ്പാട്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു, എൻ്റെ അസ്ഥികളൊക്കെയും സ്തോത്രം ഇളകുന്നു. യഹോവ നിമിത്തവും അവൻ്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെയും വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നവനെ പോലെയും ആയിരിക്കുന്നു. 4-ാമത്തെ സ്റ്റാറ്റസ്, സ്തോത്രം, വചനം നിമിത്തം ലഹരി പിടിച്ചവനെ പോലെ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കും, വചനം ഒരു ലഹരിയായി മാറട്ടെ. സ്തോത്രം, ഇതൊരു പുസ്തകമായിട്ടിരിക്കരുത്. സ്തോത്രം, നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തത്. സ്തോത്രം, വചനത്തിന് അഡിക്റ്റ് ആകാൻ. ഞാൻ പറയുന്ന ചില വാക്കുകൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ കർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ വേറെ ഒന്നിനും അടിമയാകല്ലേ, അവർ വചനത്തിന് അടിമയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരുപാട് ലഹരികളുണ്ട്, സ്തോത്രം, ഭ്രമിപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനത്തെ ഒരു ലഹരിയായി യേശുവിൻ്റെ നാമത്തിൽ അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമെന്ന് കർത്താവിൻ്റെ ആത്മാവിൽ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? കർത്താവേ, ഹല്ലേലൂയ, നിന്റെ വചനം എന്നെ ഉറക്കുകയല്ല, വചനം എനിക്ക് ബോറാകുകയല്ല, നിന്റെ വചനം എനിക്ക് ലഹരിയാകും. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം നിന്റെ സിരകളെ, നിന്റെ ഞരമ്പുകളെ, നിന്റെ മാനസിക തലത്തെ അവിടെയല്ലേ ലഹരി ബാധിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ സ്തോത്രം ചെയ്യുന്നു. വചനം നിമിത്തം എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയും, വചനം നിമിത്തം ഒരു ലഹരി എന്നിൽ വ്യാപരിപ്പാനിടയാകണം. യേശുവിൻ്റെ നാമത്തിൽ ഈ 5 കാര്യങ്ങൾ പകലത്തെ ശുശ്രൂഷയിൽ ഇവിടെ നടക്കണം. കർത്താവിൻ്റെ ആത്മാവ് അതിന് വേണ്ടിയിട്ടാണ് ഈ പകലിൽ തിരുവചനം ഇവിടെ ശുശ്രൂഷിക്കാൻ ഒരുങ്ങുന്നത്. കർത്താവേ, ഹല്ലേലൂയ, മറ്റു പലതും ഇന്ന് എന്നിൽ നിന്ന് അടർന്നു പോണ്. എന്നെ ലഹരി പിടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എത്ര പേരിന്ന് പകൽക്കാലം ചോദിക്കുന്നു ദൈവത്തോട്, നാഥ, ചിലരെ കാണുമ്പോൾ എനിക്കൊരു വല്ലായ്മ വരും. ചിലപ്പോൾ ചിലരെ ഉണ്ടെങ്കിൽ സ്തോത്രം പോലും വരികയില്ല. അതെല്ലാം ഇന്ന് പകൽക്കാലം മായട്ടെ. പകരം വചനം ഒരു ലഹരി പോലെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്ക്. അവൻ തിരുവചനം ഉപേക്ഷിക്കരുത്. വചനം അവർക്ക് ലഹരിയായി, എൻ്റെ ദൈവം അവർക്ക് ഒരു ഹരമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അധരങ്ങൾ തുറന്ന് ഈ ആമുഖ സമയത്ത് ഒരല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, ഇവിടുത്തെ സഭ യേശുവിൻ നാമത്തിൽ വചനത്തെ അത്രയ്ക്ക് സ്നേഹിക്കട്ടെ. വചനമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് യേശുവിൻ്റെ നാമത്തിൽ നമ്മളൊരാളെ കാണാൻ വന്നതല്ല, ഏതെങ്കിലും കാര്യം നടത്താൻ, ഏതെങ്കിലും കടമ നിർവഹിക്കാൻ വന്നതല്ല, ഒരു നേർച്ച കഴിക്കാൻ
വന്നതല്ല, മറിച്ച് ക്രൈസ്റ്റ് സെന്ററിലെ മുഴുവൻ ആളുകൾ, ഓൺലൈനിൽ നിന്ന് കേൾക്കുന്നവർ ആര് തന്നെ ആയാലും, യേശുവിന്റെ നാമത്തിൽ നിന്റെ വചനം എനിക്ക് അത്ര സ്നേഹമാണ്, അത്ര പ്രിയമാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ അതിന്റെ ലഹരിയും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, എത്ര പേർക്ക് അതിൻ്റെ ആഴം ഗ്രഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ നിന്നെ വചനത്തിൽ ദൈവം മുക്കിയെടുക്കുകയാണ്. വചനം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. വചനം നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ മറ്റെന്തിനേക്കാൾ വചനം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ചേർന്ന് ദൈവത്തോട് ചോദിക്ക്. ലോകം വേണ്ട കർത്താവേ, ഈ ലോകത്തിൻ്റെ ഒന്നും വേണ്ട. ഈ 18-ാം ദിവസവും ആരോടൊക്കെയോ സ്വർഗം പറയുന്നു, കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നിന്നെ ലഹരി പിടിപ്പിക്കുന്ന ലോകത്തിന്റെ ഒന്നും ഈ പകൽക്കാലം ഇവിടെ വാഴരുത്. അതിന് പകരം വചനം ശക്തമായി വ്യാപരിക്കട്ടെ. അന്യഭാഷ പറഞ്ഞ് ഓരോ കുടുംബങ്ങളും സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കട്ടെ. എൻ്റെ വീട്ടിലെ ലഹരി വേറൊന്നും ആയിരിക്കരുത്. അപ്പൻ, അമ്മ, മക്കള്, ആരൊക്കെ ആട്ടെ, മരുമകന്, ആരും ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചില ലോകത്തിൻ്റെ ലഹരി കടിമപ്പെട്ടവരെ വചനം കയറി പിടിക്കുന്ന നിമിഷമാക്കി മാറ്റട്ടെ. രക്തത്താലെ ജയം, രക്തത്താലെ ജയം, രക്തത്താലെ ജയം. അങ്ങ് അകലെ ഇവിടെ യോഗം നടക്കുമ്പോൾ ദൂരത്ത് 18 ദിവസമായി ഈ സഭയുടെ ഉപവാസത്തിനും പ്രാർത്ഥനയിലും സജീവമായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നിന്റെ കുടുംബത്തിൽ ഇന്ന് വരെ വ്യാപരിച്ചു നിൽക്കുന്ന ചില ചീത്ത ടെൻഡൻസികളെ മാറ്റിയിട്ട് നിന്റെ വീടിനെ വചനം കയറി പിടിക്കുക. വചനത്തിന്റെ ലഹരി കയറി. യെസ് യെസ് യെസ്. ചേർന്ന് കണ്ണുകൾ അടച്ചൊരല്പസമയം ആത്മതലത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ആത്മതലത്തിലേക്ക് കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ചേർന്ന് ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രത്തോടെ കണ്ണുകൾ അടച്ചോണ്ട് പറ, ഈ ഒരു മൂവ്മെന്റ് നഷ്ടപ്പെടുത്തരുത്, ഈ ഒരു വാക്കിനെ നഷ്ടപ്പെടുത്തരുത്. യേശുവിന്റെ നാമത്തിൽ എല്ലാ അഡിക്ഷനുകളെയും നിന്റെ മകനോ കൊച്ചുമകനോ ആരാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവ് ആ വീട്ടിലേക്ക് വചനം കയറ്റി വിടുകയാണ്. അവന്റെ ഹൃദയത്തിലേക്ക് വചനം. യേശുവിന്റെ നാമത്തിൽ എല്ലാ വൈരാഗ്യങ്ങൾ എല്ലാം മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപ ഇതിനകത്ത് വ്യാപരിച്ചു നിൽക്കട്ടെ. അങ്ങ് അകലെ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മമാർ, പിതാക്കന്മാർ പ്രത്യേക സ്തോത്രം ചെയ്യ്. ചില തലമുറകളെ കെട്ടഴിച്ചെടുക്കുകയാണ്. അവരെ ഇന്ന് പാലക്കാലം വചനത്തോട് അടുപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇരമ്യാവിന്റെ ദൈവം, പ്രവാചകന്മാരുടെ ദൈവം, അപ്പോസ്തലന്മാരുടെ ദൈവം ഇന്ന് പകലിൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കൃപയാ ഈ പകൽക്കാലം വ്യാപരിച്ചു നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ 10 സെക്കൻഡ് കൂടെ അന്യഭാഷയിൽ തന്നെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത്, കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ സഭയ്ക്ക് വചനം ഒരു വലിയ ലഹരിയാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. വചനമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, വചനമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു നിലവാരത്തിലേക്ക് ഈ ഉപവാസത്തോട് കൂടെ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്നത് പോലെ, തലങ്ങൾ മാറുന്നത് പോലെ സ്വർഗം ചിലരോട് പറയുന്നു, നിന്നെ വിടുവിപ്പാൻ ഞാൻ എൻ്റെ വചനം അയക്കും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നന്ദി പറയുന്നു. 5-ാമത്തെ കാര്യം യിരെമ്യാവിനോട് ദൈവം പറയുന്നത് 23:29 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. സ്തോത്രം. 5-ാമത്തെ കാര്യം, വചനത്തെ വെച്ച് യിരെമ്യാവിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ദൈവം. 5-ാമത്തെ കാര്യം പറയുന്നു, എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. സ്തോത്രം എന്ന് ദൈവം പറയുമ്പോൾ, സ്തോത്രം, ഏതൊക്കെയോ ഉടയാത്ത പാറയെ ദൈവം കണ്ടിട്ടുണ്ട്.
18 ദിവസമായിട്ട് ഉടയാത്ത ഏതെങ്കിലും പാറയുണ്ടെങ്കിൽ ഇന്ന് പകലിൽ വചനമെന്ന ചുറ്റിക കൊണ്ട് ആ പാറയെയും ദൈവം ഉടയ്ക്കട്ടെ. പാറയെ തകർക്കുന്ന ചുറ്റിക അങ്ങനെ തന്നെ ഇന്നത്തെ ശുശ്രൂഷയിൽ വെളിപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു തുടങ്ങുക. കർത്താവേ, കണ്ണുകൾ അടച്ചൊരല്പസമയത്തേക്ക് 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 5 കാര്യങ്ങൾ ഇവിടെ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. വചന കേന്ദ്രീകൃതമായ 5 കാര്യങ്ങൾ. എല്ലാ കണ്ണുകളും അടയ്ക്ക്, ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ സ്തോത്രം, നിങ്ങൾ ദൈവസന്നിധിയിൽ 5 കാര്യങ്ങളെ വളരെ ഗൗരവമായി കാണുക. കർത്താവെ, ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ വായിൽ അങ്ങയുടെ വചനം നൽകണം. കർത്താവെ, ഞാൻ പറഞ്ഞിട്ട് പോന്ന് കഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കപ്പെടണം. എൻ്റെ ദൈവമായ കർത്താവ് ഇത് നിറവേറ്റണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവേ, നിൻ്റെ വചനം എനിക്ക് ലഹരിയായിരിക്കണം. എൻ്റെ ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ വായിൽ തീയായി മാറണം. എൻ്റെ കർത്താവേ, അങ്ങയുടെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ഞാൻ ഉപയോഗിക്കുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങണം. നിങ്ങൾ വീട്ടിലിരുന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു മൈക്ക് പിടിച്ചൊരു പുൾപിറ്റിൽ നിന്ന് വചനം പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലും സ്വർഗം പറയുന്നു, നിന്റെ വീട്ടിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചില പാറകൾ ഉടയാൻ തുടങ്ങും. ഈ 5 കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ, എനിക്കിതുപോലെ നിൽക്കണം. വചന കേന്ദ്രീകൃതമായൊരു ജീവിതം എനിക്ക് വേണം. യേശുവിൻ്റെ വചനത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടണം. വചനം ചില പ്രവർത്തികൾ എൻ്റെ വീട്ടിൽ ചെയ്യണം, എൻ്റെ കുടുംബത്തിൽ ചെയ്യണം. ഉടയാത്ത കരിമ്പാറകളെ ദൈവത്തിൻ്റെ വചനം ഉടയ്ക്കുന്നത് കാണാൻ ഇടയാക്കണം. ഹല്ലേലൂയ. 5 കാര്യങ്ങൾ സംഭവിക്കും ഇന്ന് പകലത്തെ ശുശ്രൂഷയിൽ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാം. സ്തോത്രം. എൻ്റെ എല്ലാ ശുശ്രൂഷയുടെ ആമുഖത്തിൽ കർത്താവ് ഇതുപോലെ ചില കാര്യങ്ങൾ പറയും. അത് ഞാൻ അകമഴിഞ്ഞ് വിശ്വസിക്കും. ചിലപ്പോൾ പോരുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഇതുപോലെ സ്തോത്രം സദസ്സിൽ താഴെ വന്നിരിക്കുമ്പോഴായിരിക്കാം. ഇന്ന് ഇത് പറഞ്ഞിട്ട് വചനം ശുശ്രൂഷിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചു. ഞാൻ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് കൈമാറി. കണ്ണുകൾ അടച്ച ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഈ ചർച്ച സ്തോത്രം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്നത് പോലെ തന്നെ വചനം കേന്ദ്രമാകട്ടെ. വചനം കൊണ്ട് വിടിവിക്കപ്പെട്ട കുറേ ആളുകൾ ഇതിനകത്ത് നിറയട്ടെ. ദൈവത്തിൻ്റെ വചനം ചില പാറകളെ പൊട്ടിച്ച് അനേകരെ പുറത്തു കൊണ്ടുവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാട് ഞാൻ പറയാം. പാറകൾ ഉടയാൻ തുടങ്ങുകയാണ്. പാരമ്പര്യത്തിൻ്റെ പാറകൾ, അന്ധകാരത്തിൻ്റെ പാറകൾ വചനം കൊണ്ട് ഉടയ്ക്കാൻ തുടങ്ങുകയാണ്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി പുറത്തു വരാൻ തുടങ്ങുകയാണ്. തടങ്ങൾ, പാറകൾ പൊട്ടാൻ തുടങ്ങുകയാണ്. അടുത്ത ലെവലിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. വചനം ചെന്ന് ചിലരെ പുറത്ത് കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. കൂട്ടമായി, ഇതുവരെ സഭ കണ്ടതിനേക്കാൾ കൂട്ടമായി വചനം ചെന്ന് പാറ പൊട്ടിച്ച് ചിലരെ പുറത്തെടുക്കുന്ന സ്ഥിതി. കുടുങ്ങിപ്പോയ ചിലരെ അങ്ങനെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കുടുങ്ങിപ്പോയ ചിലരെ ആ പാറക്കെട്ടിനപ്പുറം ഒരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങളൊന്ന് കണ്ണടച്ച് വെളിപ്പാടിൽ കണ്ടേ. ഈ സഭയുടെ എൽഡേഴ്സ്, ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, സ്തോത്രം, നിങ്ങളൊന്ന് കണ്ടേ. ആ പാറക്കപ്പുറം കുടുങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. യേശു വരുന്നതിനേക്കാൾ മുമ്പ് അവർ സ്നാനപ്പെടണം. കാഹളം ധ്വനിക്കുന്നതിനേക്കാൾ മുമ്പ് അവര് സഭയ്ക്കകത്ത് കയറണം. ആ പാറ ഉടയണം. യേശുവിന്റെ നാമത്തിൽ ആ പാറ ഉടയണം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വലിയ കൂട്ടത്തെ പുറത്തു കൊണ്ടുവരണം. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. കർത്താവേ, ഇവരുടെ വീടുകളിൽ ആരിനി വലിയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്തോത്രം, ദൈവദാസന്മാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ പാറകൾ ഉടയട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ അവരെ പുറത്തു കൊണ്ടുവരട്ടെ. പാരമ്പര്യവാദങ്ങൾ പൊട്ടട്ടെ. തിരുവനന്തപുരത്ത് വ്യാപരിക്കുന്ന കരിമ്പാറയുടെ വലിയ വ്യാപാരങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന വചനത്താൽ, വചനത്താൽ, വചനത്താൽ
ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ 5 കാര്യങ്ങൾ പറഞ്ഞ് ആരാധിച്ചേ. എൻ്റെ വായിൽ വചനം തീ പോലെ ആകട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. എൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വചനം പാറയെ തറക്കുന്ന ചുറ്റിക പോലെ ദൈവം തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. സ്വർഗ്ഗം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന സ്തോത്രം പ്രാർത്ഥനാ ദിവസം, ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നാഥ, കർത്താവിൻ്റെ വചനത്തിലെ 5 കാര്യങ്ങൾ യിരെമ്യാവ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറഞ്ഞ് ഞാൻ ബാലനാണ് എന്ന് പറഞ്ഞ് ഒഴിവാകുമ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചു ദൈവം. ഞാൻ നിൻ്റെ വായിൽ വചനം തരാം, ഈ വചനം ഞാൻ നിവർത്തീകരിച്ചോളാം. നിൻ്റെ വായിൽ വചനത്തെ തീയാക്കി തരാം, വചനം ഒരു ലഹരിയാക്കി മാറ്റാം, വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ പ്രവർത്തിക്കും. ഈ 5 കാര്യങ്ങൾ ഈ ഉപവാസത്തിനപ്പുറം സഭ കാണട്ടെ, ദൈവ മക്കൾ കാണട്ടെ. കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ജനത്തോട് പറയാൻ സ്വർഗം എന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് ഞാൻ കടക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപ ഞാൻ ചോദിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും കൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൊരിന്തി ലേഖനത്തിലെ ഒരു സുന്ദരമായിരിക്കുന്ന വാക്യം വായിച്ചുകൊണ്ടാണ് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നിരിക്കുന്നത്. സ്തോത്രം. ഇവിടേക്ക് ശുശ്രൂഷയ്ക്ക് വരണമെന്നുള്ള ക്ഷണം ലഭിച്ച സമയം മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ അടുക്കി വയ്ക്കാൻ തന്ന കുറേ വാക്യങ്ങൾ, അതിനോടനുബന്ധപ്പെട്ട കുറേ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകേണ്ടതിന് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ ആത്മീക ശുശ്രൂഷയിലേക്ക്, പ്രധാന വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. 2 കൊരിന്ത്യർ 6:1 വായിച്ചു. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. മതി. സ്തോത്രം. ചെറിയൊരു വാക്ക്, ചെറിയൊരു പ്രബോധനം, പൗലോസിന്റെ സ്നേഹോഷ്മളമായിരിക്കുന്ന ഒരു ചെറിയ സന്ദേശം കൊരിന്ത്യരോട് പറഞ്ഞത് ഇവിടെ നിങ്ങളോട് പറയാൻ ദൈവം എനിക്ക് പ്രേരണ തന്നു. ഞാൻ ആ വാക്യത്തിലേക്ക് പ്രതീക്ഷയോടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിന്തുണയും അതിലുപരി എന്നോടുള്ള ദൈവത്തിന് സ്നേഹവും മുൻകണ്ടുകൊണ്ട് പ്രവേശിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഇവരോട് ആവശ്യപ്പെടുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. കൊരിന്ത്യ സഭക്കാരോട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്. നിങ്ങളെ വാക്യം കണ്ടല്ലോ. സ്തോത്രവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലമുണ്ട്. കൃപ ലഭിച്ചാലും ചിലപ്പോൾ അത് വൃഥാവായി പോകാം, വ്യർത്ഥമായി തീരാം. സൂക്ഷിച്ചില്ലെങ്കിൽ, കരുതിയില്ലെങ്കിൽ, അതിനെ അതുപോലെ സ്തോത്രം മാന്യമായ നിലവാരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അനേകർക്ക് കൃപ ലഭിച്ചിട്ടും വെറുതെയായിപ്പോയി. സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് അങ്ങനെയായി പോകരുത്, വൃഥാവായി തീരരുതെന്ന് പറഞ്ഞാൽ ലാപ്സായി, നഷ്ടമായി, പ്രയോജനമില്ലാതെ പോകരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഭൂമിയിൽ ആത്മീക ജീവിതം നയിക്കാൻ, ജയാളിയാകാൻ, ഒരു ശുശ്രൂഷകനാകട്ടെ, വിശ്വാസിയാകട്ടെ, ഒരു വീട്ടമ്മയാകട്ടെ, സ്തോത്രം ആരുമാകട്ടെ, അവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ട ഏറ്റവും പ്രധാന വസ്തുതയാണ് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. ഒത്തിരി പ്രസംഗങ്ങൾ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ ലളിതമായിരിക്കുന്ന ഒരു പ്രസംഗമായിരിക്കാം, ഒരു പൈനിയർ പ്രീച്ചർ തുടക്കക്കാരൊക്കെ പറയുന്നതായിരിക്കും. പക്ഷേ എന്നെ ദൈവം നിർബന്ധിക്കുന്നു, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള കൃപ, സ്തോത്രം, അതിന്ന് ദൈവം തന്നേ വിടുകയുള്ളൂ. സ്തോത്രം. അനേകരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് തീരാത്തത്, പല സ്ഥലങ്ങളിൽ നിങ്ങൾ ചെന്നിട്ട് തീരാത്തത്, പല വിധത്തിൽ പ്രാർത്ഥിച്ചിട്ട് തീരാത്തത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം തീർക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കാര്യങ്ങളെ തീർക്കാൻ, പരിഹരിക്കാൻ, ചെയ്യാൻ ദൈവമായ കർത്താവ് തൻ്റെ കൃപ തരാൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനതിൻ്റെ വരും വരായികളെക്കുറിച്ച് അകവും പുറവും എല്ലാം നിങ്ങളോട് പങ്കുവെക്കാൻ കഴിവിൻ്റെ പരമാവധി സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ക്ഷീണിക്കാതിരിക്കുന്നെങ്കിൽ ഓർപ്പിക്കത്തക്ക രീതിയിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ. സ്തോത്ര. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് നമുക്കറിയാം,
പഴയ നിയമകാലത്ത് ചിലർക്ക് കൃപ ലഭിച്ചു എന്ന് പ്രത്യേകം പറയപ്പെട്ടിരിക്കുന്ന വാക്കുകൾ നമുക്ക് ബൈബിളിൽ കാണാം. സ്തോത്രം, കൃപ ലഭിച്ചു എന്ന് അങ്ങനെ എടുത്തെഴുതിയിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സ്തോത്രം, പ്രത്യേകാൽ ദൈവം അങ്ങനെ ചില ആളുകൾക്ക് ആ കാലഘട്ടങ്ങളിൽ ചിലർക്ക് കൃപ കൊടുത്തുകൊണ്ടിരുന്നു. സ്തോത്രം, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നൊരു വാക്ക് നമ്മൾ കാണുന്നു. എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വാക്കിന് പ്രത്യേകതയില്ല. സ്തോത്രം, അങ്ങനെയല്ലേ? ഇതെല്ലാവർക്കും സ്തോത്ര, ഹല്ലേലൂയ. അപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് പറയുക, എനിക്ക് ഓക്സിജൻ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്തോത്രം, നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ എനിക്കും കിട്ടുന്നില്ലേ? സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തുകൊണ്ട്? സ്തോത്രം, ശ്വാസം പിടിച്ചിരിക്കാതെ ഫ്രീ ആയിട്ടായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും കിട്ടും ഓക്സിജൻ. സ്തോത്രം, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വാക്യത്തിനൊരു പ്രാധാന്യതയില്ല. എന്നാൽ ആ സാഹചര്യത്തിനകത്ത് സ്തോത്രം, ആ വാക്യം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനർത്ഥം എല്ലാവർക്കും കിട്ടാത്തൊരു സംഭവമായിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കതിന് ഇൻ്റർപ്രിട്ടേഷനൊക്കെ അറിയാം. വാസ്തവത്തിൽ കൃപയെക്കുറിച്ച് ആരോ എഴുതിയിരിക്കുന്നൊരു സെൻറ്റൻസ് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: സ്തോത്രം, കൃപയെക്കുറിച്ച് ഈ ലോകത്തിൽ ഒരു തിയോളജിയനും എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല. പിന്നെ എന്തോ ചെയ്യും? കൃപയൊക്കെ അനുഭവിച്ചറിയണം. ചില കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് സ്തോത്രം, ക്ലാസ്സിലിരുന്ന ഒരു പ്രൊഫസർ വന്ന് ക്ലാസ് എടുത്ത് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതിയോ, അതല്ലെങ്കിൽ സ്തോത്ര, ഹല്ലേലൂയ, ആ നിലവാരത്തിനകത്ത് ഒരു പ്രിന്റഡ് നോട്ട് തന്നോ 6 പോയിന്റ് തന്നോ പറയാൻ കഴിയുന്നതല്ല. സ്തോത്രം, പിന്നെ എന്ത് ചെയ്യണം? വേദപുസ്തകം പറയുന്ന കാര്യങ്ങൾ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തെ ഇവിടെ ആർക്കെങ്കിലും പറഞ്ഞു തികയ്ക്കാൻ പറ്റുമോ? എത്ര പ്രഭാഷകന്മാർ 365 ദിവസവും മാറി മാറി നിന്ന് പ്രസംഗിച്ചാലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തീരുവോ? ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു തീരുവോ? പിന്നെ എന്താ വഴി? ദൈവത്തെ ആരെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ പുസ്തകത്തിലല്ല, മറിച്ച് അവൻ അനുഭവിക്കണം. ഇതിനകത്ത് ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അത് മറ്റൊന്നാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, സ്തോത്രം, അനുഭവത്തിലേക്ക്, അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് കിടക്കുന്ന ഒരു തലം ഇതിനകത്ത് ആർക്കൊക്കെയോ ദൈവം പകരാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കൃപയെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ സഭയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ പാസ്റ്ററിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അനുഭവിച്ചതിനേക്കാൾ, ഈ ദിവസം മുതൽ അറിഞ്ഞതിനേക്കാൾ അത് ഞങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ചില വിഷയങ്ങളുടെ മേൽ, ചില കാര്യങ്ങളുടെ മേൽ, ചില വേദനകളുടെ മേൽ, ചില നൊമ്പരങ്ങളുടെ മേൽ അത് അനുഭവിക്കാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്താട്ടെ. സന്തോഷത്തോടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരേറ്റിയാട്ടെ. ഹല്ലേലൂയ. അനുഭവിക്കാൻ ഒരുങ്ങുന്നവർ ആത്മാവിൻ്റെ ബലത്തോടെ ആയിരിക്കട്ടെ. പരിശുദ്ധാത്മാവ്, സ്തോത്രം. വേണമെങ്കിൽ നമുക്ക് 1 മാസത്തെ ക്ലാസ് വെക്കാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. പക്ഷെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എത്ര വലിയ സ്തോത്രം ഫയലുകൾ നമ്മൾ നോട്ട് തയ്യാറാക്കിയാലും ആത്മാവിനെ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബലം എത്ര വലുതാണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കൃപ. ഞാൻ ഇന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊരു ഐഡിയ തരാം. നിങ്ങളെ എത്രയും ശക്തമായിട്ട് കൈപിടിച്ച് ദൈവകൃപയ്ക്കകത്തേക്ക് കയറ്റിവിടാം. അതിന് ഞാൻ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. പക്ഷെ ഇന്നു മുതൽ ചില വിഷയങ്ങളെ കൃപ കൊണ്ട് തോൽപ്പിക്കണം. എത്ര പേര് സ്തോത്രത്തോടെ ബുദ്ധി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, പണം കൊണ്ടല്ല, സ്ട്രെങ്ത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വാചകം കൊണ്ടോ, സ്തോത്രം, വാക്ചാതുര്യം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്തോത്രം. അങ്ങനെ വേദപുസ്തകത്തിനകത്ത് പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിനകത്ത് സ്തെഫാനോസ് പറയുന്നുണ്ട്, ദാവീദിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, യോസേപ്പിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്തോത്രം. ഇവരൊക്കെ, ഈ കൃപ ലഭിച്ചവരെല്ലാം അത് ലഭിച്ചതിന് ശേഷം സാധാരണക്കാരെ പോലെ അല്ല, അസാധാരണമായി മാറുകയാണ്.
ഹല്ലേലൂയ. എല്ലാവരും കൂടി ഒറ്റിക്കൊടുത്ത് വളരാൻ അനുവദിക്കാതെ വീട്ടിനകത്തിട്ട് ചവിട്ടി ഒടിക്കാമെന്നതിൻ്റെ പരമാവധി ചവിട്ടി ഒതുക്കിയ യോസേപ്പിന് സ്വത്ര അവര് ചവിട്ടുന്തോറും ദൈവം കൃപ കൊടുത്തോണ്ടിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ആരൊക്കെ ചവിട്ടാൻ നോക്കിയാലും ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും സ്വർഗം കൃപ കൊടുത്തോണ്ടിരുന്നാൽ എത്ര പേര് സ്തോത്രത്തോടെ ഇപ്പോഴും മൗനമായിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ദൂത ഏറ്റെടുത്തോണ്ട് പറ, ആരൊക്കെ എന്തൊക്കെ ഒതുക്കാൻ നോക്കിയാലും നിന്നെ ഒരു മത്സര മനോഭാവത്തോടെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയാലും കൃപ കിട്ടിക്കൊണ്ടിരുന്നാൽ ആ ഉറവ അടയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യുക. എൻ്റെ വീട്ടിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന കൃപയുടെ ചാല്, എൻ്റെ സഭയിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന കൃപയുടെ ഉറവ, അത് അടയരുത്. അത് കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം വിഷയങ്ങളെ ജയിക്കാൻ കഴിയും, വിഷയങ്ങളെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നയിപ്പാൻ ദൈവം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു പാർട്ടാണ് ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദോ കാട്ടിൽ ആടുകളെ തീറ്റി നടന്ന മനുഷ്യൻ. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അപ്പനും അമ്മയും പോലും മറന്ന മനുഷ്യൻ. സ്തോത്രം. ജീവിതത്തിൽ അദ്ദേഹത്തെയും വാഴിക്കത്തില്ല എന്ന് പറഞ്ഞ് 18-ാം സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്. 18-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നൊരു വാക്കാണ്, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. വാക്കിങ്ങനെയാണ്, 18-ാം സങ്കീർത്തനത്തിനാണെന്ന് അറിയാം, 39, 33 വാക്ക് എഴുതിയില്ല. വാക്കിങ്ങനെയാണ്, മാൻപേടയ്ക്ക് തുല്യമായി നീ എൻ്റെ കാലുകളെയാക്കി. അടുത്ത വാചകം ഇങ്ങനെയാണ്, എൻ്റെ ഗിരികളിൽ, സ്തോത്രം നോക്കി, എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇച്ചിരി ആലങ്കാരികത ചേർത്തിട്ടുള്ളത് അതിനകത്ത്. ഇവിടെ ഗിരികൾ എന്ന് ഉദ്ദേശിച്ച എന്താ? ഹൈ പ്ലേസ് എന്നാണ് സ്തോത്രം അതിന് കൊടുത്തിരിക്കുന്ന വാക്ക്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഹൈ പ്ലേസ്. സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ഉയർന്ന സ്ഥാനമുണ്ട്. അവിടെ ദൈവം മറ്റാരെ നിർത്തില്ല. എൻ്റെ കുഞ്ഞിനെ നിർത്താൻ ദൈവം ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. ആ സ്ഥലം വേറെ ആർക്കും ദൈവം വിട്ടുകൊടുക്കുകയില്ല. സ്തോത്രം. നിന്നെ നിർത്താൻ, ആമേൻ, നിന്നെ മാനിക്കാൻ, നീ പുറത്തു വരാൻ, നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ സ്വർഗസ്ഥനായ ദൈവം ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വേറെ ആർക്കും ദൈവം വിട്ടുകൊടുക്കുകയില്ല. അനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുന്നു, എൻ്റെ ഗിരികളിൽ എന്നെ തന്നെ ദൈവം നിർത്തും. നീ പുറത്തു വരാനൊരു സ്ഥലമുണ്ട്, നീ ഉയരാനൊരു സ്ഥലമുണ്ട്, നിന്റെ പേര് പ്രസിദ്ധമാകാനൊരു സ്ഥലമുണ്ട്, നിന്റെ ശുശ്രൂഷ വെളിപ്പെടാനൊരു സ്ഥലമുണ്ട്, നീ മാനിക്കപ്പെടാനൊരു സ്ഥലമുണ്ട്, നീ പണിയപ്പെടാനൊരു സ്ഥലമുണ്ട്, നിന്നെ പാർപ്പിക്കാനൊരു സ്ഥലമുണ്ട്. സ്തോത്ര. സഭയ്ക്ക് വേണ്ടി ദൈവം മാന്യതയോടെ കണ്ടിരിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വേറെ ആരെയും ദൈവം നിർത്തിയേല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പറഞ്ഞു വരുന്ന വഴിക്ക് രൂത്തിന് കെട്ടിവെച്ച കറ്റയിൽ നിന്ന് വലിച്ചിട്ട് കൊടുക്കുന്നത് പോലെ പരിശുദ്ധാത്മ പറഞ്ഞു തരുന്ന വചനം ഇതിനകത്ത് ആർക്കൊക്കെയുള്ള സ്പെഷ്യൽ ദൂതാണ്. സ്വർഗം ഇന്ന് പറയുന്നു, നീ പേടിക്കണ്ട, 18-ാം ദിവസമായിട്ടും എന്നോടൊരു ദൂത് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടണ്ട. സ്വർഗം ഇന്ന് പറയുന്നു, നിന്നെ കണ്ടുവച്ചിരിക്കുന്ന ദൈവം നിന്നെ നിർത്തുമെന്ന് പറഞ്ഞ സ്ഥാനം, നിന്റെ മകളെ നിർത്തുമെന്ന് പറഞ്ഞ സ്ഥാനം, നിന്റെ മക്കളെ എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥാനം, അവിടെ വേറെ ആരെ ദൈവം നിൽക്കാൻ അനുവദിക്കുകയില്ല. ഏറ്റെടുക്കുന്നവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രത്തിൽ ജാഗരിച്ചോണ്ട് എന്നോട് ദൈവം ഇടപെടുന്നു എന്ന് വിശ്വസിക്കുന്നവർ, നിനക്ക് വേണ്ടി ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ഹൈ പ്ലേസ് കരുതി വെച്ചിട്ടുണ്ട്. ഒരു ഉയർന്ന സ്ഥലം, ഉയർന്ന സ്ഥലം യേശുവിൻ്റെ നാമത്തിൽ അവിടേക്ക് നീ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തടസ്സം വന്നാലും, ഏത് നൂലമാലകൾ വന്നാലും സ്വർഗം പറയുന്നത് കേക്ക്. നിന്നെ നിർത്തുമെന്ന് പറഞ്ഞ സ്ഥലം, സ്വർഗം കണ്ട ഗിരിമുകൾ, ശബാന ശംധന റിഗൽ ഖനാദിയാന, യേശുവിന്റെ നാമത്തിൽ അവിടേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുകയാണ്, കൊണ്ടുപോകുകയാണ്. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സവാദങ്ങളെയും അതിന്റെ പുറകിൽ ദുഷ്ടൻ കൊടപിടിക്കുന്നെങ്കിൽ അത് മുഴുവൻ ഇന്ന് വെട്ടിക്കളയുകയാണ്. ആരെയോ നിർത്താൻ പ്ലാൻ ചെയ്ത മണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം
ചിലരെ കൃപ തന്ന് നടത്താൻ തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഒതുക്കിയ സ്ഥാനത്ത്, നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയ മണ്ഡലത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മ ചൈതന്യത്തിന്റെ വ്യാപാരം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ആത്മാവിൽ കാണു ബ്രദർ, ആത്മാവിൽ കാണു സിസ്റ്റർ. ഇനി 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 നീ ഒഴുകി ഒഴുകി നടക്കാൻ നിന്റെ പെട്ടകത്തിനൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ നിന്നെ നിർത്താൻ ഒരു ഉയർന്ന പർവ്വതം ദൈവം കണ്ടിട്ടുണ്ട്. സ്വർഗം പറയുന്നു, ഈ പട്ടണത്തിൽ നിന്നെ നിർത്തത്തില്ലെന്ന്. അനേക വാതുവെപ്പുകൾ നടന്ന സ്ഥാനത്ത് സ്വർഗം നിശ്ചയിച്ചു നിന്നെ ഒരു താഴ്വരയിൽ, ഒരു ചതുപ്പ് നിലത്തല്ല, ഒരു ഉയർന്ന ഹൈ പ്ലേസിൽ നിർത്തുമെന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ, ഈ ഉച്ചക്ക് 1 മണിയോട് അടുക്കുന്ന സമയത്ത് സ്വർഗം അതിനെ അടിവരയിട്ട് പറയുകയാണ്, എന്റെ ഗിരികളിൽ മറ്റൊരുത്തൻ നിൽക്കില്ല. നിനക്ക് വേണ്ടി മാറ്റിയിട്ട സ്ഥലത്ത് വേറൊരുത്തനെ നിർത്തത്തില്ല ദൈവം. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ആത്മാവ് എവിടെയൊക്കെയോ നീ എന്നെ ചെല്ലേണ്ടതാണ്, നിന്റെ സന്തതി എന്നെ ചെല്ലേണ്ടതാണ്, നിന്റെ മകൻ എന്നെ ചെല്ലേണ്ടതാണ്. അവനെ അവിടെ എത്തിക്കാതിരിക്കാൻ കഴിഞ്ഞ കുറെ മാസങ്ങളായി അടച്ചിട്ട വാതിലുകൾ ഇന്ന് ദൈവ കൃപ കൊണ്ട് സ്വർഗം തുറക്കുന്ന വിവരം ക്രൈസ്റ്റ് സെന്ററിനോട് പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വെളിപ്പാടിലൂടെ ആഴമായി പറയുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ആ 18-ാം സങ്കീർത്തനത്തിലെ വാക്യം ഇന്നിവിടെ വരണ്ട, എന്നെ മെസ്സേജിൽ കയറേണ്ട കാര്യമില്ല. പക്ഷെ ദൈവം പറയുന്നു, നിന്നെ ഞാൻ നിർത്താൻ പ്ലാൻ ചെയ്താൽ അവിടെ വേറൊരുത്തനെ നിർത്താൻ അനുവദിക്കില്ല. ആത്മാവിൽ പറഞ്ഞേ, എൻ്റെ ഗിരികളിൽ ഞാനാ നിൽക്കേണ്ടത്, എൻ്റെ ഗിരികളിൽ ഞാനാ നിൽക്കേണ്ടത്. എന്നെ അവിടെ നിർത്താതിരിക്കാൻ ശൗല് പോരാടി. എന്നെ അവിടെ നിർത്താതിരിക്കാൻ എൻ്റെ തലമുറയിൽ നിന്ന് അബ്ശാലോമിനെ ദുഷ്ടൻ കയ്യിലെടുത്തു. എന്നെ അവിടെ നിർത്താതിരിക്കാൻ പലരും പോരാടി. പക്ഷേ സ്വോത്ര സങ്കീർത്തനമായ 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി, ഇല്ലട പിശാചേ, കഥ തീരുമ്പോൾ, ചരിത്രം തീരുമ്പോൾ എന്നെ നിർത്തുമെന്ന് പറഞ്ഞിടത്ത് എൻ്റെ ദൈവം എന്നെ നിർത്തി. യേശു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് അത് തന്നെ കൃപയുടെ ചില വാക്കുകൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചാൽ നിൽക്കുന്നത്, പക്ഷെ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. അസാധാരണമായ വചനത്തിന്റെ ഒഴുക്ക് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. സ്വർഗസ്ഥനായ ദൈവം പാറയെ തകർക്കാൻ തുടങ്ങി. എവിടെയോ ഇവിടെ ജനം ആരാധിക്കുമ്പോൾ, ഇവിടെ ജനം സ്തോത്രം ചെയ്യുമ്പോൾ, എവിടെയോ ദൈവം പാറകൾ തകർത്ത് നിനക്കൊരു ഹൈ പ്ലേസ് ഒരുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ തീർക്കേണ്ടതിനെ നീ തീർത്തിരിക്കും. നീ ഉയരേണ്ടടുത്ത് ദൈവം നിനക്ക് വേണ്ടി അവസരം ഒരുക്കിയിരിക്കും. നിങ്ങൾ ഓർത്തു നോക്കി, ഏലാത്താഴ്വരയിൽ ഗോലിയാത്തുമായിട്ടുള്ള ആ സംഘടനമാണല്ലോ ദാവീദിനെ നമ്മൾ അറിയപ്പെടുന്നൊരു താരമായി അറിയാൻ തുടങ്ങുന്നത്. 40 ദിവസമായി ശൗൽ അവിടെ രാജാവായിട്ടുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. പക്ഷെ സ്തോത്രം, അവിടുത്തെ വാക്ക് നിങ്ങൾ ഓർത്തു നോക്കി, ദാവീദ് പറയത്തക്കൊന്നും ചെയ്തില്ല. സ്തോത്രം, ഒരു കവണിയും കല്ലും മാത്രമായിട്ട്. അറിയാം, സൺഡേ സ്കൂൾ സ്റ്റോറിയാണത്. സ്തോത്രം. പക്ഷെ നീ വരുന്നത് വരെയും വേറെ ആരെ കൊണ്ടും ഗോലിയാത്തിനെ തൊടിയിക്കത്തില്ല. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ശൗൽ എറിഞ്ഞാലും ഗോലിയാത്ത് വീണേനെ, പട്ടാളക്കാരൻ എറിഞ്ഞാലും വീണേനെ. പക്ഷെ നിനക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന ഗിരികളിൽ
നിനക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന അവസരങ്ങളിൽ എൻ്റെ ദൈവം മറ്റൊരുത്തിന് തൊടിക്കത്തില്ല. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കടാക്ഷത്താൽ ഇന്ന് പകലിൽ ഇതിനകത്തോ ദൂരത്തോ ക്രൈസ്റ്റ് സെന്ററിനകത്ത് ഇത് ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾക്കിരിക്കും. ഇല്ലെങ്കിൽ ഓൺലൈൻകാർ കൊണ്ടുപോകും ദൂത്. ഈ പകൽക്കാലം വിശ്വസിച്ചേറ്റെടുക്ക. സ്വർഗം പറയുന്നു, നിന്നെ നിർത്താൻ പ്ലാൻ ചെയ്ത മണ്ഡലങ്ങളിൽ പലരും ഭയപ്പെട്ടെടുത്ത്, പലർക്കും കിട്ടാതെ പോയെടുത്ത്, ചിലര് ഒതുങ്ങിപ്പോയെടുത്ത് സ്വർഗം നിന്നെ കണ്ടുവച്ചിരിക്കുക. നീ വരുന്നത് വരെയും ഗോലിയാത്ത് വിളഞ്ഞു നിൽക്കും. നീ വരുന്നത് വരെയും വെല്ലുവിളികൾ മുഴങ്ങും. കാരണം നിന്നെ നിർത്താൻ ദൈവം കണ്ട സ്ഥലമാണത്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്ര ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് ഇതുപോലെ ദൈവമായ കർത്താവ് പലർക്കും സ്തോത്രം ദൈവത്തിൻ്റെ കൃപ കൊടുത്തിരുന്നു. ഉയർത്തത്തില്ലെന്ന് പറഞ്ഞിടത്തും വളരത്തില്ലെന്ന് പറഞ്ഞിടത്തൊക്കെ ദൈവമായ കർത്താവ് അതിൻ്റേതായിരിക്കുന്ന തനതായ രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നതിലും പഴയ നിയമത്തിൻ്റെ അവസാന കണ്ണിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് സുപരിചിതമായിരിക്കുന്നൊരു വാക്കാണ് സ്തോത്രം യേശുവിനെ പ്രസവിച്ച അമ്മ മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. മറിയ അതിനകത്ത് ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കാണുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന്. വാക്കോട് ശ്രദ്ധിച്ചേക്കണേ. ദൂതനകത്ത് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദൂതൻ പറഞ്ഞു. അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ വാക്കുകൾ കേട്ട് അവൾ ഭ്രമിച്ചു. ഞാനൊരു പ്രസംഗം ഉണ്ടാക്കുകയല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളെ ഓർപ്പിച്ചുണർത്താൻ വേണ്ടി പറയുന്ന കാര്യം പറയാം. നിങ്ങളൊന്നോടെ ശ്രദ്ധിച്ചേ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യൗവനക്കാരിയായിരിക്കുന്നൊരു പെൺകുട്ടി, യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അവളെ അധികം പുറത്തേക്ക് ഇറക്കാതെ, അധികം ആളുകളുമായിട്ട് സമ്പർക്കമില്ലാതെ, യഹൂദൻ്റെ പഴയ പാരമ്പര്യം അനുസരിച്ച് അവരുടെ വീടിൻ്റെ ഉൾമുറിയിൽ, നമ്മുടെ ശ്രോത്രം വീട് പോലെ ഒരു ഫ്ലാറ്റ് പോലെ ശ്രോത്രം അടച്ചിട്ടിരിക്കുന്ന 2 മുറി അടുക്കളയുള്ളൊരു ചെറിയ സെറ്റപ്പല്ല അവർക്ക്. പുരാതന യഹൂദൻ്റെ വീടുകളൊക്കെ പറയുന്നത് ശ്രോത്രം അതിൻ്റെതായിരിക്കുന്ന പ്രൈവസിയും കാര്യങ്ങളൊക്കെ അതത് നിലവാരത്തിലാണ് അത് ക്രമീകരിക്കുന്നത്. പ്രത്യേകിച്ച് വിവാഹ നിശ്ചയം കഴിയുമ്പോൾ ഞാൻ വായിച്ചു മനസ്സിലാക്കിയതാണ്, ഞാൻ ഒരു യഹൂദനല്ലല്ലോ. സ്തോത്രം വായിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ സ്തോത്രം ആ പെൺകുട്ടിയെ ഏറ്റവും അകത്ത് മുറിയിൽ ഇവിടെ മണവാളനുമായിട്ടുള്ള ആ ഒരുക്കത്തിന് വേണ്ടി നീണ്ട നാളുകൾ കാത്തിരിക്കുകയാണ്. അന്ന് വേറെ ആരും അവളുടെ മനസ്സിളക്കാതിരിക്കാൻ ഒക്കെ അകത്തെ മുറിയിലാണ്. അപ്പോൾ അടച്ചിട്ടിരിക്കും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ മനസ്സിലൊന്ന് കാണുക. സ്തോത്രം സഹോദരിമാരും അമ്മമാരും ഒക്കെ ആണല്ലോ സഹോദരങ്ങളും. സ്തോത്രം 10-25 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, സാധാരണക്കാരി, ശുശ്രൂഷയിൽ പങ്കാളിയല്ല, ഇതുപോലത്തെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന കൊയറിലോ യൂത്ത് മീറ്റിങ്ങിലോ ഒന്നും പങ്കെടുക്കുന്ന ഒരാളല്ല മറിയ. ഒരു കാർപ്പൻ്റർക്ക്, സാധാരണക്കാരനായിരിക്കുന്ന കൂലി വേലക്കാരൻ, അദ്ദേഹത്തിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭക്തമതിയായിരിക്കുന്ന ഒരു പെൺകുട്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അകത്തെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ മുറിക്കകത്തേക്ക് കയറി വന്നാൽ ആരും ഭ്രമിക്കാം. സ്തോത്രം. പക്ഷെ അവിടുത്തെ വാക്ക് ശ്രദ്ധിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് മറിയ ദൂതനെ കണ്ട് ഭ്രമിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൂതനെ കണ്ട് ഭ്രമിച്ചാൽ യുക്തി നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ദൂതനെ കണ്ടിട്ടില്ല. ഇനി ദൂതൻ ഗബ്രിയേൽ നമ്മുടെ സ്വന്തം ആളാണെങ്കിലും ഇന്ന് വൈകുന്നേരം ഒറ്റയ്ക്കിരിക്കുമ്പം വീട്ടിലേക്ക് കയറി വന്നാൽ ഇവരറിയാം, നാളെ യോഗത്തിന് വരികയല്ല, ട്രിപ്പിട്ട് കിടക്കേണ്ടി വരും ചിലപ്പോൾ. സ്തോത്രം. അപ്പോൾ സംഭവമൊക്കെ ശരിയാണ്, ഗബ്രിയേലൊക്കെ നമ്മുടെ സ്വന്തം ആളാണ്. പക്ഷേ നേരെ കയറി വന്നാൽ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പം മറിയയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ചെന്നാൽ ഭ്രമിക്കാം. പക്ഷെ അവിടെ ദൂതനെ കണ്ട് ഭ്രമിച്ചെന്നല്ല. എന്താ എഴുതിയിരിക്കുന്നത്? ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. അവളെ ഇളക്കിയത്, ഭ്രമിപ്പിച്ചത് ദൂതനല്ല, ദൂതൻ പറഞ്ഞ വാക്ക്. ദൂതൻ എന്താ പറഞ്ഞേ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അടുത്തത് 2 കാര്യങ്ങളാണ് ദൂതൻ പറഞ്ഞത്. 1, കർത്താവ് നിന്റെ കൂടെയുണ്ട്. 2, നിനക്ക് കൃപ ലഭിച്ചു. സ്തോത്രം. ഇതിലേത് വാക്ക് കേട്ടിട്ടാ ഭ്രമിച്ചത്? ആ വാക്കൊന്നോട് നോക്കിക്കേ. ആ വാക്കുകൾ കേട്ടിട്ട് എന്ന് ബഹുവചനത്തിലല്ല,
നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ പാസ്റ്ററേ? സ്തോത്രം. ഇത് വലിയ സ്കാൻ ചെയ്യുന്ന പോലെയൊക്കെ. അത് ഞാൻ ആ കാര്യം തെളിയിക്കാൻ വേണ്ടി പറയാ. 2 വാക്കുകളാ പറഞ്ഞത്. 1, കർത്താവ് നിന്റെ കൂടെയുണ്ട്. 2, നിനക്ക് കൃപ ലഭിച്ചു. ഈ വാക്കുകൾ കേട്ടിട്ട് ഭ്രമിച്ചെന്നല്ല, വാക്ക് കേട്ടിട്ട്. അപ്പൊ നമുക്ക് വീണ്ടും അതിന് മുമ്പിൽ പണിയണം. കാരണം എന്താ? ഏത് വാക്കാണ്? 2 വാക്ക് പറഞ്ഞു, പക്ഷെ ഏത് വാക്ക് കേട്ടിട്ടാ ഭ്രമിച്ചത് എന്നറിയണമെങ്കിൽ ദൂതൻ വീണ്ടും എടുത്തു പറയുന്നു. എന്താ എടുത്തു പറയുന്നത്? എടുത്തു പറയുന്നത് എന്താ? സ്തോത്രം. അടുത്ത വാക്ക്, ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിൻ്റെ. അപ്പൊ എടുത്തു പറഞ്ഞത് എന്താ? കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്നല്ലല്ലോ. എടുത്തു പറഞ്ഞത് ദൂതൻ അറിയാം, ദൂതന്റെ ജ്ഞാനത്തിൽ അറിയാം. അവൾ ഞെട്ടിപ്പോയത്, ഭ്രമിച്ചു പോയത് കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടല്ല. അവൾ ആശ്ചര്യപ്പെട്ടത്, അവൾ ഭ്രമിച്ചത്, എനിക്ക് കൃപ ലഭിച്ചു എന്നൊരു ദൂതൻ വന്ന് പറഞ്ഞതിനകത്താ ഞെട്ടിയത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ കൃപയൊക്കെ പറഞ്ഞ് നമുക്കതിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നില്ല. പക്ഷെ മറിയ ഞെട്ടിപ്പോയി. 2 കാര്യങ്ങൾ അതിൽ നിന്ന് പറയാം. 1, നിനക്ക് കൃപ തരാൻ ഞാൻ വന്നെന്നല്ല ദൂതൻ പറഞ്ഞത്. പിന്നെ ഓൾറെഡി നിനക്ക് കൃപ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നം അതിൽ നിന്ന് മനസ്സിലാക്കണം. പലർക്കും കൃപ ലഭിച്ചാൽ നമ്മൾ അറിയേല. അറിഞ്ഞായിരുന്നെങ്കിൽ മറിയ എന്ത് പറഞ്ഞാനേ? അത് പറയാനാണോ ഉച്ചയ്ക്ക് ഇങ്ങ് വന്നത്? ഞാൻ എന്നെ അറിഞ്ഞാന്ന് പറയല്ലേ? നിങ്ങൾ ചിലർ ഇരിക്കുന്ന പോലെ ഇത് ഞങ്ങൾ എന്നേ കേട്ടതാ, ഇത് പറയാനാണോ കൊച്ചുളുപ്പാങ്ങലത്ത് വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്നേന്ന്? സ്തോത്രം. അങ്ങനെയുള്ളവരല്ല നിങ്ങളെന്നറിയാം. അപ്പൊ ഇവിടെ മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിട്ട് മറിയ അറിയാതിരിക്കുന്നു. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചത് നീ അറിയാതെ പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അസാധാരണമായിരിക്കുന്ന കൃപ ലഭിച്ചത് കൊണ്ടാണ് നിനക്ക് ഇന്നിവിടെ എത്താൻ പറ്റിയത്. അസാധാരണമായിരിക്കുന്ന കൃപ ലഭിച്ചത് കൊണ്ടാണ് നിന്നെ എങ്ങനെയെങ്കിലും ഈ ബെൽറ്റിൽ നിന്ന്, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഇച്ചിരിയുടെ സുതാര്യമായ ചിന്തയിൽ ഓർത്തു നോക്കിയേ, ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയെങ്കിലും ദൈവസഭയിൽ നിന്ന് ഈ നിന്നെ ദൈവം കയറ്റി നിർത്തിയിരിക്കുന്ന ഈ റണ്ണിങ് ബെൽറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും തള്ളിയിടാൻ വേണ്ടി ഒരുപാട് നെഗറ്റീവ് വാർത്തകളും ഇല്ലാത്തതുമെല്ലാം ദുഷ്ടപിശാച് നിന്റെ കൺമുമ്പിൽ കൊണ്ട് തന്നിട്ടും നീ ഇന്നും ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നെങ്കിൽ അത് ദൈവകൃപയല്ലാതെ. സ്തോത്രം. അതുകൊണ്ടാണ് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ നിനക്കിവിടെ ജയിക്കാൻ പറ്റിയത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇവിടെ വന്നവരോട് പറയാ, എന്നെ കേൾക്കുന്നവരോട് പറയാ, നാം അറിയാതെ പോകുന്നൊരു സത്യമാണ് അസാധാരണ കൃപ ലഭിച്ചു. അതാ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്ത് ലഭിച്ചതിനേക്കാൾ കൃപ ലഭിച്ചത് നിങ്ങൾ വൃഥാവാക്കി കളയരുത്. അത് പോയാൽ ബാക്കി ഒന്നിനും നിലനിൽപ്പില്ലാതെയാകും. സ്തോത്രം. മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അത് ദൂതൻ എടുത്തു പറഞ്ഞു. സ്തോത്രം. മറിയയുടെ വിചാരം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു വീട്ടമ്മയാകാൻ നിയമിക്കപ്പെട്ട് വിവാഹ നിശ്ചയം ചെയ്ത് സ്തോത്രം നിൽക്കുന്ന എനിക്ക് ദൈവത്തിൻ്റെ കൃപയുടെ, ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, യഹൂദനറിയാം ഇത് ലഭിക്കുന്നത് വെറുതെ അല്ല. ദൈവിക കാര്യപരിപാടിയുടെ ഒരു പങ്കാളിയാകാൻ സ്വർഗം തരുന്നതാ ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിക്കുന്ന എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറയുന്നത് എൻ്റെ കാലിൻ്റെ വേദന പോകാനോ എൻ്റെ നട്ടെല്ല് നിവരാനല്ല, എന്നെ ദൈവിക കാര്യപരിപാടിയുടെ പങ്കാളിയാക്കി. ഉടാബന ശഖനാരിയാദല ശംധനറിയാദന. നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ മനസ്സിലാകുന്നുണ്ടോ എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു? എന്തിന്? ഒരു യോഗത്തിൽ വന്ന് സ്തോത്രം പറയാനോ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഏതെങ്കിലും ഒരു ആരും ഏറ്റെടുക്കാത്ത ഒരു സമൂഹത്തിന്റെ ഭാഗമായിരുന്ന എനിക്ക് ഇതിനകത്തൊരു പ്രവേശനം ലഭിച്ചതോ ഈ കൂട്ടായ്മയ്ക്കകത്തൊരു കസേര ലഭിച്ചതല്ല വിഷയം. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും തോന്നിയാൽ അവരെയാണ് ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്നത്.
ഹല്ലേലൂയ. ഇല്ലായിരുന്നെങ്കിൽ നീ ഇവിടെ വരില്ലായിരുന്നു, ഇല്ലായിരുന്നെങ്കിൽ നീ ഇവിടെ വളരില്ലായിരുന്നു. ഓരോരോ സമയത്ത് അതതിൻ്റെതായ കൃപ തന്ന് നിർത്തിയ ദൈവത്തെ അകമഴിഞ്ഞ് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തകർന്നു പോകുമെന്ന് തോന്നിയ സ്ഥാനത്ത്, ഇനി ഈ പുസ്തകം പിടിച്ചോണ്ട് നിൽക്കത്തില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് ഇത് താഴ്ത്തി വെപ്പിക്കുമെന്ന് അന്ധകാര ശക്തികൾ, അന്യാരാധന മണ്ഡലങ്ങളെ കൂട്ടുപിടിച്ച് നിനക്ക് വിരോധമായി പടയൊരുക്കിയപ്പോൾ അതത് സമയത്ത് കൃപ തന്ന് നിർത്തിയ നിന്റെ കർത്താവിനെ ഇതിനകത്ത് എങ്ങനെ സ്തുതിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു വാക്ക് സാധാരണ എൻ്റെ വെണ്ണിക്കുള സഭയിൽ പറയുന്നത് പറയാം. ഞങ്ങൾ ഒരുമിച്ച് ഹൃദയം തുറക്കുമ്പോൾ, കണ്ണ് നിറയുമ്പോൾ, ശ്രോത്ര ദൈവാത്മാവ് ഇടപെടുമ്പോൾ അവിടെ പറയുന്നൊരു വാക്ക് പറയാം. തിരുവെഴുത്തിൽ ഇങ്ങനെയുണ്ട്, അധികം ഇളച്ചു കിട്ടിയവർ അധികം അവനെ സ്നേഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം എനിക്കറിയില്ല ഇതിനകത്ത് അധികം ഇളച്ചു കിട്ടിയത് ആർക്കാന്ന് എനിക്കറിയില്ല, ആർക്കാന്നറിയില്ല. അവരധികം അവനെ സ്തുതിക്കട്ടെ. ഈ പകലിൽ നാഥ, പിടിച്ചു നിൽക്കാൻ നിവർത്തിയില്ലാതെ, ആത്മഹത്യയല്ലാതെ വഴിയില്ലാതെ തലയിൽ തുണിയിട്ട് ഓടിപ്പോകുമെന്ന് ശത്രു വിചാരിച്ച സ്ഥാനത്ത്, ഓ അബ്ശാലോമിന്റെ കൊടിലമായ പ്രയാസം നടക്കുന്ന കാലം ദാവീദ് ചെരുപ്പിടാതെ തല മൂടിക്കൊണ്ട് ഒലൂമലയുടെ കയറ്റം കയറിയെന്ന് എഴുതിയിരിക്കുന്നത്. പിശാച് വിചാരിച്ചത് യേശുവിന്റെ ചോരയാൽ വീണ്ടെടുത്ത നീയു തിരുവനന്തപുരത്ത് നിന്ന് തലയിൽ തുണിയിട്ടുകൊണ്ട് ചെരുപ്പിടാതെ വണ്ടി കയറുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നിന്നെയും നിന്റെ പിള്ളേരെ സ്വർഗ്ഗം നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആ അധികം ഇളച്ചു കിട്ടിയവർ അവരുടെ ശബ്ദം ഉയരട്ടെ, അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അധികം ഇളച്ചു കിട്ടിയവർ ഇന്ന് പകലിൽ അധികം സ്തുതിക്കട്ടെ. സന്ദേശത്തിന്റെ ആമുഖം വിട്ട് അടുത്ത തലത്തിലേക്ക് കയറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേദപുസ്തകത്തിനടുത്ത് ഇടയ്ക്കിടയ്ക്ക് പഴയ നിയമ ഭാഗത്ത് ഓരോരുത്തർക്ക് കൃപ കിട്ടിക്കൊണ്ടിരുന്നതിനെ കുറിച്ച് തിരുവെഴുത്തിനകത്ത് കാണാൻ കഴിയുന്നു. സ്തോത്ര, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വാക്കിനെ നമുക്കിങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ, 4-ാം അധ്യായം 33-ാമത്തെ വാക്യം, ഞാൻ അല്പം ചുരുക്കി വേഗത്തിൽ വിഷയത്തിലേക്ക് കടക്കുന്നു. 33 എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അടുത്ത വാക്ക്, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. പഴയ നിയമകാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു നോഹയ്ക്ക്, ഒരു യോസഫിന്, സ്തോത്രം, ഒരു മറിയയ്ക്ക്, ഒരു ദാവീദിന്, XY അങ്ങനെ സ്തോത്രം എഴുതപ്പെട്ടവരും അല്ലാത്തവരുമായിരിക്കുന്ന ആളുകൾക്ക് ചിലർക്ക് മാത്രം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ, പുതിയ നിയമസഭ ഇന്നാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അഥവാ സഭ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, സഭയ്ക്കകത്ത് വരുന്ന എല്ലാവർക്കും കാറ് കിട്ടിയോ, വീട് കിട്ടിയോ, സ്തോത്രം, ജോലി കിട്ടിയോ എന്നുള്ളതല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു: കർത്താവിൻ്റെ സഭയ്ക്കകത്ത് വന്നാൽ എല്ലാവർക്കും കൃപ കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സ്തോത്രം ഫീൽ ചെയ്തോന്ന് അറിയല്ല. സ്തോത്രത്തിൻ്റെ ഒച്ച കുറഞ്ഞു പോയി. ക്രൈസ്റ്റ് സെൻ്ററിൽ അങ്ങനെയുള്ളവർ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാറ് കിട്ടിയോ? കിട്ടുമായിരിക്കും, സ്തോത്രം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, അതൊക്കെ കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് ഞങ്ങളുടെയൊക്കെ കൂട്ടം വിട്ടു, നീ ഇപ്പോൾ പുതിയ കൂട്ടരുടെ കൂടെയാണല്ലോ പോകുന്നത്, നിനക്കവിടെ ചെന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നിശ്ചയമായിട്ടും വേദപുസ്തകത്തിൻ്റെ ഒരു പോളിസി ഉണ്ട്. സ്തോത്രം, ദൈവം തെളിയിക്കും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ലോകമറിയണം. സ്തോത്രം. അത് നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ടിപ്പിക്കലായി നമുക്ക് തരുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്ക് വേണമെങ്കിൽ കണ്ടോ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 17-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയാൻ.
ആ വാക്ക് കേട്ടോ. വേണമെങ്കിൽ ആ അടിവരയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം ആ വാക്കുകളൊക്കെ. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയ്ക്കിടയിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്? അതിനകത്ത് തന്നെ കണ്ണുനീരോടെ നമ്മുടെ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നുകൊണ്ട് വായിക്കാൻ കഴിയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്ക് കണ്ടോ? സ്തോത്രം. സ്വർഗീയ കുടുംബത്തിലെ സ്തോത്രം ഒരു മൂത്ത മകനാണ്, അല്ലെങ്കിൽ സ്തോത്രം ആദ്യജാതൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന വാക്ക് വെച്ച് നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഏകജാതനായിരിക്കുന്ന ക്രിസ്തു സ്തോത്രം ആദ്യജാതനായി മാറിയത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കർത്തൃദാസൻ അതൊക്കെ എത്രയോ ശക്തമായി പൊതുവേദികളിൽ കേരളത്തിന് വെളിയിലും സ്തോത്രം തകർത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ സ്തോത്രം ചോര കൊണ്ട് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തപ്പോൾ സ്തോത്രം ഏകജാതൻ ആദ്യജാതനായി മാറി. ദൈവത്തിന് മക്കൾ സ്തോത്രം പുത്രന്മാർ തേജസ്സിലേക്ക് നടത്തപ്പെട്ടു. സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ ആ നിർമ്മലത ആ പ്രാർത്ഥനയ്ക്കകത്ത് കണ്ടോ? നമ്മൾ പോലും പലപ്പോഴും നമ്മുടെ വീട്ടിൽ അങ്ങനെയാണോ എന്ന് ഇപ്പോൾ ഒന്ന് ചിന്തിക്കണം. യേശു എന്താ പറഞ്ഞത്? യേശുവാണ് ക്രൂശിലേറിയത്. യേശുവാണ് ദൈവത്വം ഊരി വെച്ച് തൻ്റെ സകല പദവികളും ഉപേക്ഷിച്ചത്. യേശുവാണ് ഇവിടെ വന്ന് ത്യാഗം സഹിച്ചത്. എന്നിട്ട് യേശുക്രിസ്തു അപ്പനോട് പറയുക, സ്തോത്രം, എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കരുതെന്നല്ല. ആ വാക്ക് കണ്ടോ? എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഷാജി എന്ന് പറയുന്ന ഞാൻ യേശുവല്ല, ദൈവമല്ല. പക്ഷെ കർത്താവ് അപ്പനോട് പറയുക, യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ ഇവനെ സ്നേഹിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പോലും പലപ്പോഴും പറയും വീട്ടിലൊക്കെ, മൂത്ത മോനാണെങ്കിൽ പറയും, ഞാനാണ് ആദ്യം ജോലിക്ക് പോയത്, ഇളയെ നിങ്ങളെ പഠിപ്പിച്ച് ഞാനാ, പെങ്ങളെ കട്ടിക്കാൻ അപ്പന് കാശ് തന്ന ഞാനാ, എന്നിട്ട് വീതം വെച്ചപ്പോൾ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പരാതി കാണും. പക്ഷേ യേശുക്രിസ്തുവിനെ നോക്കിക്കേ, യേശു പറയുന്നു, ഞാനാണ് ഇവരെ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടെടുപ്പിൻ്റെ സകല പദ്ധതികളും ചെയ്ത്, ഞാനാണ് ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ കിടന്ന് വെന്തിരിഞ്ഞത്, ഞാനാണ് ക്രൂശിൽ തകർക്കപ്പെട്ടത്. ഇവർ ചുമ്മാ താഴെ ഇരുന്നുകൊണ്ട് കൈയടിച്ച് സ്തോത്രം പറഞ്ഞേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ യേശു പറഞ്ഞു, എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഇവരെ സ്നേഹിച്ചേക്കണം. സ്തോത്രം. മനസ്സിലായി? മുഖപക്ഷമില്ലാതെ യേശു പറഞ്ഞു. അതിനാണ് കർത്താവിനെയൊക്കെ, എനിക്കെൻ്റെ യേശുവിനെ ചില സന്ദർഭങ്ങളിലൊക്കെ അടച്ചിട്ട മുറിക്കകത്ത് നെടുമ്പാട് വീണ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാരാധിക്കാൻ തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും യേശു പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ്, അഖിലാണ്ട സൃഷ്ടാവാണ്, ഭയങ്കരനാണ് എന്നൊക്കെ എനിക്കറിയാം, പച്ചവെള്ളം വീഞ്ഞാക്കിയെന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ എൻ്റെ ഒരു പൈനിയർ സ്റ്റേജ്, എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ തുടക്ക സ്റ്റേജിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ചില പക്വത വന്ന മക്കളായില്ലേ? ഇപ്പോൾ നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെന്നോ കുരുടൻ്റെ കണ്ണ് തുറന്ന് കേൾക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ആ പേഴ്സണാലിറ്റി കാണുമ്പോൾ, ആ വ്യക്തിത്വം കാണുമ്പോൾ, അവിടെ ദൈവത്തെ കണ്ണ് നിറഞ്ഞ് ഒരാവേശത്തോടെ ഈങ്കിലാം വിളിക്കുന്നത് പോലല്ല, നിറഞ്ഞ കണ്ണുകളോടെ, എന്നിൽ കുഴപ്പവും കുറ്റമൊക്കെ ഉണ്ടായിരുന്നിട്ടും പിതാവിൻ്റെ അടുക്കൽ എൻ്റെ കയ്യെ പിടിച്ചോണ്ട്, നിങ്ങൾ ആ രംഗമൊക്കെ ഒരു നാടകവേദിയിൽ എന്ന വണ്ണം കാണണം. ഒരുപാട് കുറവുകൾ വന്നു, കടന്നു പോകുന്ന വേളയിൽ ഒത്തിരി പോരായ്മകൾ വന്നു, അവിശ്വസ്തതകൾ വന്നു. ഇതൊക്കെ വന്നിട്ടു ആ കയ്യെ പിടിച്ചോണ്ട് അപ്പന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഇവനോട് മുഖപക്ഷം കാണിക്കരുത്, ഒരു 2ാം കട സ്നേഹം അവന് കൊടുക്കരുത്. എന്നെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ ഇവനെ സ്നേഹിക്കണം. യേശുവിങ്കിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുവിങ്കിലേക്ക് വന്നാൽ യഥാർത്ഥ സ്നേഹം എന്താണ്? പാർഷ്യാലിറ്റി ഇല്ലാത്ത സ്നേഹം, നിന്റെ കുടുംബത്തിൽ കിട്ടാത്ത സ്നേഹം, നിന്റെ കൂടപ്പറപ്പുകളിൽ കിട്ടാത്ത സ്നേഹം, ആ സ്നേഹം യേശുവിങ്കിൽ നിന്ന് കേൾക്കുന്നോ? എത്ര പേർ യേശുവിങ്കിൽ നിന്ന് അവന്റെ സ്നേഹത്തിനായി സ്തോത്രം, അവന്റെ സ്നേഹത്തിനായി സ്തോത്രം. അപ്പനോട് പറഞ്ഞു, ഇന്ന് പകലിൽ നിങ്ങൾ ചിലരെ ചൂണ്ടിക്കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ വാക്യമൊന്നും എന്റെ പ്രഭാഷണത്തിൽ കയറി വരേണ്ടതല്ല, പക്ഷെ നിങ്ങൾ ചിലരെ കണ്ടോണ്ട് യേശു പറയുന്നു, നിന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃപാസനത്തിന് മുമ്പിൽ, സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പിതാവിനോട് യേശു പറയുന്നു, ഇവൾ ഒത്തിരി കരഞ്ഞവളാണ്, ഇവൻ ഒത്തിരി ഞരങ്ങിയവനാണ്, ലോകത്തിന് ഒരുപാട് കുറ്റം പറയാനുണ്ട്, പക്ഷേ എന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട്
എന്നെ സ്നേഹിച്ചത് പോലെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലെ നിർമ്മലരായിരിക്കുന്ന ടിൻസ്, ഇരട്ട പിറന്ന കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഇരട്ട പിള്ളേർ. അവർ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ അവരോട് ചോദിക്കണം, മമ്മിക്ക് നിന്നോടാണോ സ്തോത്രം ഇവനോടാണോ സ്നേഹമെന്ന് ചോദിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ അവർ പറയും എന്നോടാണ് അധികമെന്ന് പറയും. അതാണ് മനുഷ്യപ്രകൃതം. യേശുവും ഞാനും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് അപ്പനോട് ഇവനോടാണോ അധിക സ്നേഹം എന്ന് പറഞ്ഞാൽ, യേശുവിനോടാണെന്ന് പറഞ്ഞാൽ യേശു അത് സഹിക്കുകയല്ല. യേശു അത് തിരുത്തിയിട്ട് അപ്പനോട് പറയും, എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇവനെ സ്നേഹിക്കണം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം സഭയ്ക്കകത്ത് വന്നാൽ, യഥാർത്ഥ സഭയ്ക്കകത്ത് വന്നാൽ സ്നേഹം എന്തെന്നറിയാം. സ്തോത്രം. മാത്രമല്ല, ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം വാക്യത്തിനകത്ത് ഇങ്ങനെയാണ്, എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നു എന്ന് ആരറിയണം? ലോകമറിയണം. നിങ്ങളെ വാക്യത്തെ ഒന്നുകൂടെ ഗൗരവമായിട്ട് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയാം, ഞാൻ എൻ്റെ സ്ഥിതി പറയാം. എൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി കിട്ടിയില്ലെങ്കിലും, വാടക വീട്ടിൽ തന്നെ കിടന്ന് സ്തോത്രം ഇവിടുന്ന് സമയമാൻ്റെ പാടി പോകേണ്ട വന്നാലും, ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് ഇനി എന്നെ കട്ടിക്കിടിച്ചാലും ഞാൻ പറയും, ഇതൊന്നും ഇല്ലെങ്കിൽ യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. മരച്ചോട്ടിക്കിടന്ന് മരിക്കേണ്ടി വന്നാലും യേശുവിന് എന്നോട് സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ലോകത്തിന് അതറിയാല. ലോകം അറിയണമെങ്കിൽ അവരുടെ കണ്ണാൽ ചിലത് കാണണം. അല്ലാതെ ലോകക്കാർ പറയുകയല്ല. നമ്മൾ പറയാണ്, സ്തോത്രം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ പട്ടറി കടന്നാൽ യേശുവിന് എന്നോട് സ്നേഹം ഉണ്ടെന്ന് പറയാം. അവർ ചോദിക്കും, ഇതാണ് ആ സ്നേഹം? ലോകം അറിയണമെങ്കിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർ അറിയണമെങ്കിൽ അവരുടെ കണ്ണിൽ ചിലത് കാണണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ കൃപയെ തന്നെ പിടിച്ചു നിൽക്കണം. എത്ര പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഇളകരുത്. സ്തോത്രം. ആരൊക്കെ നിങ്ങൾക്ക് വിരോധമായി നിന്നാലും നിങ്ങൾ കർത്താവിൽ നിന്ന് അകലരുത്. കുറച്ച് കഴിയുമ്പോൾ ലോകം അറിയാൻ തുടങ്ങും. ആദ്യം നമ്മൾ അറിയണം, യേശു എന്നെ സ്നേഹിക്കുന്നു. ആ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ അടുത്ത ലെവലാണ് ലോകത്തെ അറിയിക്കാൻ തുടങ്ങും. ബൈബിളിന്റെ പോളിസി ആദ്യം ലോകത്തെ അറിയിച്ചിട്ട് പിന്നെ നിന്നെ പഠിപ്പിക്കുകയല്ല. നീ മനസ്സിലാക്കണം, ഒന്നും തന്നില്ലെങ്കിൽ എനിക്കറിയാം കർത്താവേ, അങ്ങക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. സ്തോത്രം. 2024 ഞാൻ ആഗ്രഹിച്ചിരുന്നു പല കാര്യങ്ങൾ. സ്തോത്രം. ചിലരെൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, ഈ വർഷത്തിൻ്റെ 8-ാം മാസത്തിനകം ചില കാര്യങ്ങൾ നടക്കുമെന്ന്. എൻ്റെ കുറവ് കൊണ്ടായിരിക്കാം നടന്നില്ല. നടക്കാത്തത് കൊണ്ട് പറഞ്ഞ പുള്ളി കള്ളപ്രവാചകനാണെന്നോ സ്തോത്രം ദൈവം ഭോഷ്ക്ക് പറഞ്ഞെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും എന്നിൽ നിറവേറാൻ കണ്ടേക്കാം. പക്ഷെ 2024 ആ കാര്യം നടന്നില്ലെങ്കിലും അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർ ഇതിനകത്തിരുന്നുകൊണ്ട് എത്ര പേർ തിരിച്ചറിയുന്നു? പരിഭവമില്ലാതെ, പരാതിയില്ലാതെ എത്ര പേർ തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. തിരിച്ചറിയുന്നു. അങ്ങനെ നമ്മുടെ മനസാക്ഷിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഈ രണ്ട് തമ്മിൽ തിരിച്ചറിയണം കേട്ടോ. ഞാൻ ഈ പറയുന്നത് ഇച്ചിരി സ്തോത്രം, ഞാൻ ഇച്ചിരി സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഞാൻ ദൈവത്തിൻ്റെ മോനാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മോളാണ്, മോനാണ്. നമുക്കെന്നും ചോക്ലേറ്റ് മേടിച്ച് തന്നതുകൊണ്ടല്ല അപ്പനായത്. പക്ഷെ എനിക്കൊന്നും തന്നില്ലെങ്കിലും എനിക്കറിയാം ഞാൻ ആ ചോരയുടെ വിലയാണ്. എനിക്കതിൽ പരാതിയില്ല. ഇനി ഒരു 30 കൊല്ലം കൂടി ഇതുപോലെ 2 ജോഡി വസ്ത്രം കൊണ്ട് ഒരു വാടക വീട്ടിൽ കിടക്കേണ്ട വന്നാലും ആ സ്നേഹത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല. സ്തോത്രം. പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങക്ക് എന്നോട് സ്നേഹമുണ്ട്, അങ്ങക്ക് എന്നോട് സ്നേഹമുണ്ട്, അങ്ങക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ നന്നായിട്ട് അറിയുന്നു എന്ന് നമ്മൾ ഉറച്ചാൽ, ദൈവത്തിൻ്റെ അടുത്ത വാശിയാണ്
നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കണം. യേശുവിൻ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ നിങ്ങളുടെ 2025 ഞാൻ ഇങ്ങനെ ബ്ലെസ് ചെയ്തുകൊണ്ട് പറയുക. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ അഡ്വാൻസ് ആയി പറയുക, നിങ്ങളുടെ 2025 ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുന്ന വർഷമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ അധരത്തിൽ പരിശുദ്ധാത്മാവ് അത് തരുന്നു. ക്രൈസ്റ്റ് സെന്ററിൽ എനിക്ക് ഫ്രീഡം ഉള്ളത് കൊണ്ട് ഞാൻ അഡ്വാൻസ് ആയി പറയുന്നു, 2025 നിന്നെ സംബന്ധിച്ച്, ക്രൈസ്റ്റ് സെന്ററിനെ സംബന്ധിച്ച് എൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈ അടച്ചിട്ട മുറിക്കകത്ത് ചിലരല്ല, നിന്നെ നിന്ദിച്ചവർ, പഴിച്ചവർ, അപമാനിച്ചവർ, കുറ്റം പറഞ്ഞവർ, ലോകക്കാർ, ഇവിടുത്തെ ഭരണകൂടങ്ങൾ അവരറിയും അറിയും അറിയും. അതിന് ദൈവം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണോ അത് ചെയ്തിരിക്കും, ചെയ്തിരിക്കും, ചെയ്തിരിക്കും. വിശ്വസിച്ചോ? ഹല്ലേലൂയ. ലിറ്ററലി ദൈവം ചിലത് ചെയ്യാൻ തുടങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ 5 വർഷമായി ദൈവം പിടിച്ചിട്ട ചില നന്മകൾ, ദൈവം അടച്ചിട്ട ചില നന്മകൾ, തരാം തരാം എന്ന് പറഞ്ഞിട്ട് തരാതെ ഇരുന്ന ചില നന്മകൾ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയേണ്ടതിന്. ബ്രദർ സുരേഷ് ബാബു അങ്ങനെ ഒരു സഭയോട് പറയുന്നില്ലേ വെളിപ്പാട് പുസ്തകത്തിനകത്ത്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയേണ്ടതിന് ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന്, അതല്ലേ വാക്യം? അങ്ങനെയാണെങ്കിൽ ദൈവം തെളിയിക്കും. എങ്ങനെ തെളിയിക്കും? ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന്. പ്രവാചകനെ വിട്ട് ദൂത് പറയുമ്പോൾ, ഒരു പ്രസംഗത്തിലൂടെ കർത്തൃദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ കരഞ്ഞ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്, സ്നേഹം അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ വാക്യവും യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യവും ചേർത്ത് വെച്ചോണ്ട് ഞാൻ സഭയ്ക്ക് ആത്മാവിൽ ബ്ലസ്സഡ് ആയിട്ട് ഞാൻ അനുഗ്രഹമായിട്ട് പറയാം, 2025 എൻ്റെ ദൈവം തെളിയിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ലോകക്കാരറിയും, ലോകക്കാരറിയും, നിന്റെ വീട്ടുകാരറിയും, നിന്നെ ഒറ്റപ്പെടുത്തിയവരറിയും. അതിനെന്താ ചെയ്യണ്ടെന്ന് സ്വർഗം കരുക്കൂട്ടുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. സങ്കീർത്തനം 68 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സ്തോത്രം, ഭൂമിക്കായി ദൈവം ആകാശത്ത് മഴ ഒരുക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് മൈലുകൾക്ക് ദൂരെ ഭൂമിക്ക് വേണ്ടി മഴ ഒരുക്കുന്നത് പോലെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന നിനക്ക് വേണ്ടി, തിരുവനന്തപുരത്തല്ല ഭൂമിക്ക് വേണ്ടി ആകാശത്തൊരുക്കം നടക്കുന്നത് പോലെ. ആമേൻ. 18-ാം ദിവസം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പറ, ഞാൻ കരയുന്നത് എൻ്റെ ഇടുങ്ങിയ മുറിക്കകത്ത, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നത് ഈ തലസ്ഥാന നഗരിയില. പക്ഷെ എവിടെയോ അങ്ങകലെ ആകാശത്ത് മേഘപ്പാളികൾക്കപ്പുറം ഭൂമി അറിയാതെ ഈ വരൾച്ച മാറാൻ, ഇവിടെ പച്ചപ്പ് വരാൻ, ഇവിടെ ഫലം കായ്ക്കാൻ, ഇവിടെ ഫെർട്ടിലിറ്റി ഉണ്ടാകാൻ, ഇവിടെ പുഷ്പങ്ങൾ കാണായി വരാൻ നോക്കത്താ ദൂരത്ത്, നോക്കത്താ ദൂരത്ത് ഒരു ഒരുക്കം നടക്കുന്നു സഹോദരങ്ങളെ. യേശുവിന്റെ നാമത്തിൽ ഒരു ഒരുക്കം, 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 ഒരുക്കം. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പുൾപിറ്റ് റെവലേഷനാണ് കർത്താവ് നിങ്ങൾക്ക് ദൂതായി തരുന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പുൾപിറ്റിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗം നിങ്ങൾ ചിലരോട് പറയുന്നു, ഈ യോഗം കഴിയട്ടെ, 21 കഴിയട്ടെ, ഡിസംബർ അങ്ങ് തീരട്ടെ. സ്വർഗം ഒരുക്കി വെച്ചത് ഒരു ചെറിയ തണുത്ത കാറ്റടിക്കുമ്പോൾ കാർമേഘത്തിൽ തിങ്ങി നിൽക്കുന്നത്, സ്വിച്ചിടാതെ, ആരും പറയാതെ, ആരും കുത്തി പൊട്ടിക്കാതെ, ഒരു ചെറിയ കുളിർക്കാറ്റിൽ പെരുമഴ പോലെ പെയ്തിറങ്ങുന്നത് പോലെ, കേട്ടില്ല നിങ്ങൾ, പെയ്തിറങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്റെ വരൾച്ച മാറ്റാൻ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, മറ്റുള്ളവർ കാണാൻ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഇന്ന് പകലിൽ അടങ്ങിയിരിക്കേണ്ട സമയമല്ലിത്, ഒതുങ്ങിയിരിക്കേണ്ട സമയം
സമയമല്ലത്. ഏറ്റെടുക്ക്, സ്വോത്രം ചെയ്യ്. ഇന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിട്ടില്ല. അവരുടെ മുമ്പിൽ നീ ഒരു ചോദ്യ ചിഹ്നമാണ്. നിന്റെ തലമുറ ഒരു ചോദ്യ ചിഹ്നമാണ്. നിന്റെ ഒറ്റയ്ക്കുള്ള വരവും പോക്കും ഒരു ചോദ്യ ചിഹ്നമാണ്. പക്ഷെ സ്വർഗം ഇന്ന് പറയുന്നത് കേൾക്കുന്നു. എൻ്റെ ദൈവം പറയുന്നു, ഞാൻ തെളിയിക്കും, ലോകം അറിയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഏത് വിധത്തിലാണെന്ന് അറിയില്ല. പരിശുദ്ധാത്മാവ് അത് ചെയ്യുമെന്ന് എനിക്കറിയാം. സ്വർഗം പോഷ്ക്ക് പറയില്ല. ഇന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ദൈവം വചനം നിവർത്തിയാക്കും. വായിൽ തീ പോലെ വചനം തരും. പാറയെ തറക്കുന്ന ചുറ്റുകയാക്കും. സ്വർഗം അത് ചെയ്യും. ഈ വചനം നിന്റെ ലഹരിയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരും നിർവിചാരികളായിരിക്കരുത്. എനിക്കൊരു അല്പസമയം കൂടി പ്രസംഗിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിന് ഞാൻ ഈ സമയം വിട്ടുകൊടുക്കുക. യേശുവിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് ഇതിനകത്ത് വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ആത്മാവിൽ പറഞ്ഞുകൊണ്ട് ആരാധിക്ക്. 2025 ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവം ചെയ്യാൻ പോകുന്നത് ലോകം കാണും, ലോകം കാണും, ലോകം കാണൂ. നിനക്കൊരു അഡ്രസ് ദൈവം തരൂ. ഹല്ലേലൂയ. നിനക്കൊരു ലാൻഡ് മാർക്ക് ദൈവം തരൂ. ആളുകൾ ചോദിക്കും, വഴി പോകുന്നവർ ചോദിക്കും, സ്തോത്രം, ഹല്ലേലൂയ, ഇതെങ്ങോട്ടുള്ള വഴിയാണെന്ന്, അത് ആരുടെ സ്ഥലമാണെന്ന് എന്ന ക്രമത്തിൽ ദൈവം ലോകമറിയത്തക്ക രീതിയിൽ. പരിശുദ്ധനെ നന്ദി. ഹല്ലേലൂയ. നീണ്ട 5 വർഷങ്ങൾ സ്നേഹമുള്ളിൽ കൊണ്ട് നടന്നവർ, പരാതിയില്ലാതെ സ്നേഹം കൊണ്ട് നടന്നവർ, ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചു പോകുമ്പോൾ 1000 ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു അഡ്വക്കേറ്റിനെ പോലെ സാത്താൻ അപ്പുറത്തെ വശത്ത് നിന്നുകൊണ്ട് നിന്റെ ദൈവത്തോട് ചോദിച്ചുകൂടെ? നിനക്ക് സ്തോത്രം, നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി? ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ഒരു മിടുക്കൻ വക്കീലിനെ പോലെ ദുഷ്ടശക്തികൾ ദൈവത്തോട് ചോദിക്കാൻ നിന്റെ കാതിൽ പറഞ്ഞിട്ടും പിശാചിന്റെ വാക്ക് കേട്ട് ദൈവത്തെ ചോദ്യം ചെയ്യാതെ സ്നേഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നവർ. ഓ ഓ റബ്ബസ്, ഹല്ലേലൂയ. സ്നേഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നവർ, അവരിതിനകത്തങ്ങ് ഫ്രീ ആകട്ടെ. ഹല്ലേലൂയ. പിറുപിറുത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പാളയത്തിനകത്ത് ജനമെല്ലാം പെറുപിറുത്തു, മോശ പെറുപിറുത്തില്ല. സ്നേഹമുള്ളിൽ കൊണ്ട് നടന്ന മനുഷ്യൻ. അതുപോലെ ആരെങ്കിലും ഇതിനകത്തുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ ദൈവം അത് പറയില്ല. നിനക്കറിയാം, നിന്നെ വീട്ടിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, ഇത്രയും പ്രാർത്ഥിച്ചതിന് പള്ളു പറഞ്ഞപ്പോൾ, എന്നും ഉപവാസം എടുക്കുന്നതിന് കുറ്റം പറഞ്ഞപ്പോൾ, സ്തോത്രം, നീ പ്രാർത്ഥിച്ചത് എന്ത് കിട്ടി എന്ന് ചോദ്യം ചെയ്തപ്പോൾ, നിന്നോട് തിരിച്ചു ചോദിക്കാൻ ഒരു മിടുക്കൻ വക്കീലിനെ പോലെ, ഞാൻ ഇങ്ങനത്തെ ഇന്റർപ്രിട്ടേഷൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവമക്കളെ. അന്ധകാര ശക്തികൾ ഒരു വക്കീലിനെ പോലെ വാചകം നിനക്ക് പറഞ്ഞു തന്നു, നീ ദൈവത്തോട് ചോദിക്ക്. പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞ അരുത്, നീ ചോദിക്കരുത്. അവൻ സ്നേഹമാണ്, സ്നേഹമാണ്. ഇന്നും ചോദിക്കാനാണെങ്കിൽ 1000 ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇല്ല, ദൈവത്തോട് ചോദിക്കാതെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഉള്ളിലൊതുക്കി കൊണ്ടു നടന്ന ചിലരോട് പറയുന്നു, ആ സ്നേഹം അണപൊട്ടി ഒഴുകാൻ പോകുകയാണ്. അത് പ്രദർശിപ്പിക്കാൻ പോകുകയാണ്, അത് തെളിയാൻ പോകുകയാണ്, അത് ഹല്ലേലൂയ നിന്നിൽ വെളിപ്പെടാൻ പോകുകയാണ്. സ്വർഗം അത് ചെയ്യാൻ തുടങ്ങുന്നു. ദൈവ സ്നേഹത്തിന്റെ പ്രദർശനത്തിന്റെ വർഷം സ്വർഗം തെളിയിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ലോകമറിയും. പരിശുദ്ധനെ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മടങ്ങി വരുന്നു. സ്തോത്രം. 4:33 ദൈവസഭ ഇവിടെ തുടക്കം കുറിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, സഭയ്ക്കകത്തേക്ക് വന്ന എല്ലാവർക്കും. അങ്ങനെയല്ലേ വാക്യം? 4:33 എല്ലാവർക്കും, ചിലർക്കല്ല, പാസ്റ്റേഴ്സിന് മാത്രമല്ല, ടീച്ചേഴ്സിന് മാത്രമല്ല, സ്തോത്രം, പ്രവചിക്കുന്നവർക്ക് മാത്രമല്ല, സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കുന്നവർക്ക് മാത്രമല്ല,
സഭയ്ക്കകത്ത് വന്നവർ വേദപുസ്തകം വായിക്കാൻ പോലും, മലയാള ഭാഷ വായിക്കാൻ പോലും അറിയില്ലെങ്കിലും ഇതിനകത്ത് വന്ന എല്ലാവർക്കും കൃപാവരങ്ങൾ കിട്ടിക്കാണിയല്ല, പക്ഷെ എല്ലാവർക്കും കൃപ ലഭിക്കും. സ്തോത്രം. നിങ്ങൾ സുവിശേഷം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോൾ അവരോട് ഇക്കാര്യം പറയാൻ മറക്കരുത്. അവർ പറയണം, ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ, നീ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് വാ. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം പൊങ്ങി വരും, ഞാൻ വന്നാൽ ഞങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ട്? കടഭാരം കൊണ്ട് പൊറുതി പൊട്ടി നിൽക്കുന്ന, ക്യാൻസർ വന്ന് അറം പറ്റിക്കിടക്കുന്ന, മക്കളുടെ വഴിപടച്ച് ജീവിതം കൊണ്ട് തലപുകഞ്ഞ് നിൽക്കുന്ന ഒരമ്മയോട് ഇതുപോലത്തെ ഒരു ആത്മീക കൂട്ടായ്മയ്ക്കകത്ത് വന്നാൽ എന്ത് കിട്ടുമെന്ന് അവർ ചോദിക്കുന്നത് സ്വാഭാവികമായിരിക്കും. സ്തോത്രം. അവരോട് നമുക്ക് തൻ്റെ ഇടമായി പറയാം, ധൈര്യത്തോടെ പറയാം, നീ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് വന്നാൽ നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. ഓ റമന ഷിക്കന ഹംദരാദല ശശി. സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, സ്തോത്രം, ഇനി 10-12 ദിവസം കൂടി ഈ വർഷം പോകാനുള്ളൂ. ഒരാളോടെങ്കിലും വേറൊന്നും പറയാൻ അറിയില്ലെങ്കിലും, സ്തോത്രം, നിങ്ങൾ തേടിപ്പിടിച്ച് തകർന്നിരിക്കുന്ന ഒരുത്തിനോടെങ്കിലും പറഞ്ഞാൽ അടുത്ത വർഷം അവനും ഈ കൃപ ലഭിക്കട്ടെ. മനസ്സുകൊണ്ട് തീരുമാനിക്കണം. ആരെങ്കിലും കണ്ടെത്തണം. കടമുള്ളവനായിരിക്കാം, പക്ഷെ നമ്മളോട് വായ്പ ചോദിക്കാൻ വന്നവനായിരിക്കാം, പക്ഷെ പറയണം, സ്തോത്രം, അങ്ങനെ കൃപ കിട്ടിയതുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ നമുക്കൊരു ഓപ്പണിംഗ് ആയല്ലോ. ഈ സുവിശേഷത്തിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ്പണിംഗ് ഉണ്ടാവാനല്ലേ. അപ്പം അവൻ ചോദിക്കുകയാണ്, എൻ്റെ പൊന്ന ആൻറ്റി, 1.5 കോടി രൂപ കടമുള്ള ഞാൻ കൃപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഞാനിപ്പോൾ സ്തോത്രം ഉപദേശിക്കാൻ പോകും. അന്നേരം നമുക്ക് പറയാലോ. നമുക്കറിയില്ലെങ്കിൽ അന്നേരം നമുക്ക് വിളിച്ചോണ്ട് പോകാമല്ലോ, ബ്രദറെ കൃപയെക്കുറിച്ച് അറിയണമെങ്കിൽ നീ എൻ്റെ കൂടെ വാ. അതൊരു ഓപ്പണിംഗ് ആവില്ലേ? ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്തോ ഇവിടെ സംഭവിക്കുക. നിങ്ങളീ പലരെയും ദൈവം സുവിശേഷകരാക്കുക. നീ പറയണം, നിനക്കവിടെ പോയിട്ട് എന്ത് കിട്ടി? ഇച്ചിരി കിട്ടിയെന്നല്ല, അവിടെ എഴുതിയിരിക്കുന്നു ധാരാളം കിട്ടി. ധാരാളം. സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഓവർഫ്ലോ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇതിനകത്ത് വന്നിട്ട് നിങ്ങളത് അറിഞ്ഞില്ലെങ്കിൽ, സ്തോത്രം, ഇന്ന് നിങ്ങളത് തിരിച്ചറിയണം. സ്തോത്രം. ഇവിടെ വന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ആദ്യം ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് കിട്ടി. ഇതിനകത്ത് വന്നവർക്ക് ധാരാളം കിട്ടി. അടുത്ത വാക്യത്തിലേക്ക് പോയി ചില കാര്യം കൂടി നമുക്ക് ഓർപ്പിക്കാം. അടുത്ത ലെവലിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പഴയ നിയമത്തിലൊരു ഘട്ടമായിരുന്നു. ഇത് സഭ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. മൂന്നാമത്തത് കൊരിന്ത്യർ ലേഖനത്തിലാണ്. നമ്മൾ വായിച്ച 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ച് 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് എത്തി. കൃപ പലരിലും പെരുകി, കൃപ പലരിലും പെരുകി, ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ. അതിങ്ങനെ ചുറ്റിക്കെട്ടി കിടക്കുന്നൊരു വാക്യമാണ്. ബൈബിളിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചില വാക്യങ്ങളെല്ലാം ഇങ്ങനെ മുടി പിടഞ്ഞു കിടക്കും പോലെ ചുറ്റിക്കെട്ടി കിടക്കുമായിരിക്കും. അതിങ്ങനെ എണ്ണ പരട്ടി വിടർത്തിയെടുക്കുന്നത് പോലെ പതുക്കെ വിടർത്തിയെടുക്കണം. അവിടെയാണ് വചന ശുശ്രൂഷയുടെ സ്തോത്രം നിർമ്മലത ഇരിക്കുന്നത്. ഇതിങ്ങനെ പലതും ഇങ്ങനെ ചുറ്റിക്കെട്ടി കിടക്കുക. വായിച്ചാൽ നമുക്കിത് തോന്നുള്ളൂ, പക്ഷെ അതിനെ പതുക്കെ അകറ്റിയെടുക്കണം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കൃപ പലരിലും പെരുകി. 4:33 സഭ തുടങ്ങിയ കാലം. അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു എന്ന്. എല്ലാവർക്കും. കൊരിന്ത്യർ ലേഖനമൊക്കെ എഴുതുമ്പോഴത്തേക്കും പൗലോസിന്റെ ഒക്കെ കാലമായി. അടുത്തൊരു ലെവലിലേക്ക് സഭ എത്തിയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്ക്, എല്ലാവരും എന്നല്ല. കണ്ടോ വാക്യം സ്ക്രീനില്ലേ? എല്ലാവർക്കും എന്നല്ല, പലരിലും എന്നായി. പലരിലും എന്ന് പറഞ്ഞപ്പോൾ ഒരു ചൂസ്. എല്ലാവർക്കും എന്നല്ല, അത് പലരിലുമായി. സ്തോത്രം. അതിനർത്ഥം എന്താ? മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ ധാരാളം എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെന്താ? പെരുകി എന്ന് എഴുതിയിരിക്കുന്നത്. പെരുകി. ബൈബിളിൻ്റെ ഒരു പ്രത്യേക ഫ്രേസാണ് പെരുകുക. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. സഭയുടെ സ്വഭാവമാണ്, ആത്മീകത്തിൻ്റെ സ്വഭാവമാണ്. പതുക്കെ
സ്ലോയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അവിടെ പിടിച്ചു നിൽക്കാമെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ സഭയുടെ ലെവല് പെരുകലാണ്, കൃപയുടെ ലെവല് പെരുകലാണ്. ഇതിനിടയിൽ നമ്മളെ തട്ടി വീഴിക്കാൻ, ഇതിനിടയിൽ നമ്മളെ തെറ്റിക്കാൻ, അതുകൊണ്ടാണ് പൗലോസ് മുന്നറിയിപ്പ് കൊടുത്തത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വൃഥാവാക്കി കളയരുത്. അതിനകത്ത് കടിച്ചു തൂങ്ങിയാണെങ്കിലും പിടിച്ചു നിൽക്കുകയാണെങ്കിൽ കുറച്ചങ്ങ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു ലെവല് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇത് സ്തോത്ര ഹല്ലേലൂയ, സ്തോത്ര ഹല്ലേലൂയ. ഇത് ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, വിമാനയാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. സ്തോത്രം. ടിക്കറ്റ് എടുത്ത് ഏതെങ്കിലും നല്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറി, സ്തോത്രം, ഗേറ്റിൽ വന്ന് നമ്മൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഫ്ലൈറ്റിനകത്ത് കയറി നമ്മുടെ സീറ്റിൽ വന്നിരിക്കുമ്പോൾ, നിങ്ങൾ സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ താഴേക്ക് നോക്കിയാൽ സ്തോത്രം എല്ലാവരും ബോർഡിംഗ് എല്ലാം തീർന്നതിന് ശേഷം, ഫ്ലൈറ്റിൻ്റെ വാതിലെല്ലാം അടച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുന്നെങ്കിൽ ചില ആൾക്കാരുണ്ട് കയറുന്നതിനേക്കാൾ മുമ്പ് അങ്ങ് ഉറങ്ങും. യോഗത്തിന് വന്നാലും KSRTC കയറിയാലും വിമാനത്തിൽ കയറിയാലും അവർ പിന്നെ ഒന്നും കാണിയേല. തുടങ്ങുന്നതും കാണും, ആശീർവാദം കേൾക്കും, എൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒന്നും കേൾക്കുകയില്ല. അങ്ങനെ ആയിരിക്കരുത്. എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണെന്നറിയാമോ, നോക്കുമ്പോൾ സാധാരണ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണ്, നമ്മളെ കൊണ്ട് ബെൽറ്റൊക്കെ ഇടിപ്പിച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ താഴേക്ക് നോക്കിയാൽ സ്തോത്രം, എന്താ പറയുക, കോഴിയുടെയൊക്കെ തൂവല് പൊളിച്ചതുപോലത്തെ ഒരു ലോറി വന്നിട്ട്, അങ്ങനെയല്ലേ എമ്മാനുവലെ കണ്ടിട്ടില്ലേ, അതിൻ്റെ നീണ്ട ഒരു സംഭവം ആ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് വീലിലേക്ക് കൊണ്ട് പിടിപ്പിച്ചതിന് ശേഷം ഇത്രയും വലിയ വിമാനത്തെ ഈ ചെറിയ വണ്ടിയാണ് തള്ളിക്കൊണ്ട്, ആദ്യത്തെ ലെവല് തള്ളിക്കൊണ്ട്, അന്നേരം ആരും വിമാനത്തിൽ നിന്ന് ഇറങ്ങി പോകരുത്. ഇതാണ് വിമാനമെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. കാരണം സ്തോത്രം, മനസ്സിലായോ? കാരണം ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. അതുകൊണ്ട് ആദ്യം ആരെങ്കിലും തള്ളിയെങ്കിൽ ഇത് നീങ്ങോളൂ. എല്ലാവരെയും അങ്ങനെ ആദ്യം തള്ളുമായിരുന്നു. സ്തോത്രം. യോഗത്തിന് വരാൻ വേണ്ടിയിട്ടും ഇവിടെ വന്നിരുന്ന സ്തോത്രം പറയാൻ വേണ്ടിയിട്ടും. പക്ഷേ അന്യായ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് എയർപോർട്ടിൽ കൂടെ തള്ളിക്കൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതിരിക്കുമായിരുന്നു നല്ലത്. തുടക്കത്തിൽ അങ്ങനെയാണ്. പതുക്കെ ഇത് തള്ളി തള്ളി റൺവേ വരെ കൊണ്ട്, റൺവേയിലേക്കുള്ള വഴി വരെ കൊണ്ടെന്ന് നിർത്തിയിട്ട് ഈ സാധനം പിൻവാങ്ങും. അപ്പം നമ്മൾ ഓർത്തു പെട്ടു, ഇത്രയും നേരം തള്ളുവെങ്കിലും ചെയ്യാൻ ആളുണ്ടായിരുന്നു. സ്തോത്രം. പേടിക്കണ്ട, അതങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ വിമാനം തന്നെ ഗീറിട്ട് മുമ്പോട്ട് നീങ്ങിക്കോളും. അപ്പോൾ തന്നെ മുമ്പോട്ട് നീങ്ങുമ്പോഴും അത് നമ്മുടെ ഓട്ടോ പോകുമ്പോലെ ചെറിയ കുലുക്കത്തോടു കൂടിയാണ് പോകുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ പറയാമെന്ന് വിചാരിച്ചു, ഇത്രയും കാശ് മുടക്കി ഈ പണിക്കാണെങ്കിൽ വേണമായിരുന്നു എന്ന് ചോദിച്ചാൽ അന്നേരവും നമ്മൾ ഇളകരുത്. അന്നേരം ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് റൺവേ ചെന്ന് നിൽക്കും. അവിടെ ചെന്ന് നിന്നതിന് ശേഷം സ്തോത്രം, പൈലറ്റ് ഒരു വാക്കോടെ പറയും, നമ്മൾ ടേക്ക് ഓഫിന് തയ്യാറാകുകയാണ്. അത് കഴിഞ്ഞ് സ്തോത്രം, ഇവിടെ വന്നതുപോലല്ല, റൺവേയിൽ കൂടെ അസാധാരണ സ്പീഡിൽ ഓടി ഒരു നിശ്ചിത സ്ഥാനത്തെത്തുമ്പോൾ പിന്നെ ഈ സാധനം തറയലല്ല, പിന്നെ ഇത് പൊങ്ങുവാണ്. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഇതുപോലെ 3 ലെവലുകൾ ഈ സാധനം ആകാശത്തെത്താൻ ആവശ്യമുള്ളതുപോലെ ആത്മീക ജീവിതത്തിനകത്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. തുടക്കത്തിലൊക്കെ ഇങ്ങനെ, അന്നേരം ആരെയും ഇറങ്ങിപ്പോകരുത്, പിടിച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. കുറേ കഴിയുമ്പോൾ ഇതങ്ങ് പെരുകാൻ തുടങ്ങുക. കൃപ പെരുകാൻ, ഒരു സഭയ്ക്കകത്ത് കൃപ പെരുകാൻ തുടങ്ങിയാൽ, ഒരു വിശ്വാസിയിൽ കൃപ പെരുകാൻ തുടങ്ങിയാൽ, ഒരു ശുശ്രൂഷകനിൽ കൃപ പെരുകാൻ, അതുവരെ നിൽക്കണം. എല്ലാവരും ഒന്നും അത്രയും വരെ കിട്ടുമെന്ന് അറിയല്ല. പൗലോസൊക്കെ അതുവരെ നിന്ന കക്ഷിയാ. ധാരാളം കൃപ ലഭിച്ചവരുടെ കൂടെ ഒത്തിരി പേരുണ്ട്. ഒരു ഗ്രൗണ്ട് ലെവൽ, ആ ലെവലിൽ 40 കൊല്ലം ഇവിടെ ജീവിച്ച് മരിക്കാനാണെങ്കിൽ നമുക്ക് പാട്ടൊക്കെ പാടി ജീവിച്ചങ്ങ് പോവാം, അത്യാവശ്യമൊക്കെ ജീവിക്കാം. പക്ഷെ പൗലോസിനെ പോലത്തെ അസാധാരണ മനുഷ്യൻ മറ്റൊരു ലെവല് കണ്ടെത്തി. അദ്ദേഹം കൊരിന്ത്യരോട് പറഞ്ഞു, ഇത് പഴയ കാലമല്ല, ഇത് കൃപ പെരുകുന്ന കാലമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാം, ഇത് പെരുകുന്ന കാലമാണ്. ദൈവത്തിൻ്റെ കൃപ പെരുകുന്ന കാലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ പ്രോബ്ലം,
എല്ലാവരിലും ഇല്ല, പലരിലുമാണ്. ഇന്ന് ഈ യോഗം 18-ാം ദിവസം പിന്നിടുമ്പോൾ ആ പലരിലൊരാളാകാൻ ഇനിയുള്ള കാലം, അടുത്ത ആണ്ടിലേക്ക് നീങ്ങുമ്പോൾ ആ പലരിലൊരാളാകാൻ ഇതിനകത്ത് എത്ര പേർക്ക് കഴിയും? യേശുവിൻ്റെ നാമത്തിൽ. അപ്പ ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഈ പ്രസംഗത്തിൽ ശ്രോത്ര കേട്ട് മറക്കരുത് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളത് അടിവരയിട്ട് നിങ്ങളുടെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ട് അടുത്ത വർഷത്തേക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് ഏതൊക്കെയാണ് ഈ 31-ാം തീയതിയൊക്കെ നമ്മുടെ വാച്ചണർ സർവീസ് കഴിയുമ്പോൾ ഒരു പ്രോമിസറി നോട്ട്, ഒരു വാക്യോ, ചിലപ്പോൾ ഒരു കലണ്ടറൊക്കെ തന്നേക്കാം. പക്ഷെ നിങ്ങളുടേതായിട്ട് പറ്റുമെങ്കിൽ 100-150 രൂപയുടെ കാര്യമുള്ളൂ. ഇതൊന്നും ശരിക്കും നല്ല കളർഫുള്ളായിട്ട് DTP ചെയ്തിട്ട് ഇത് ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചേക്കണം. എന്താ കാര്യം? സ്തോത്രം, ആ പെരുകുന്നവരുടെ കൂടെ ഞാനും ഉണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഇന്നിവിടെ വെച്ച് ദൈവത്തോട് തീരുമാനിക്കുക, അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ കേരളത്തിൽ 1000കണക്കിന് സഭകൾ കണ്ടേക്കാം, 10000കണക്കിന് ശുശ്രൂഷകർ കണ്ടേക്കാം, സ്തോത്ര ലക്ഷക്കണക്കിന് വിശ്വാസികൾ കണ്ടേക്കാം. പക്ഷേ ഇതിനിടയിൽ പലരിൽ ഒരാളാകാൻ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഞറുക്ക് നിന്റെ മടിയിൽ വീഴുകയാണ്. പലരിൽ ഒരാളാകാൻ സ്വർഗം ഇന്ന് പകരക്കാലം ഈ സന്ദേശം നിന്നെ തൊടുകയാണ്. എല്ലാവരെ പോലെ അല്ല, നീ കുറച്ചോടെ സെലക്റ്റീവ് ആയിരിക്കുന്നവരൊരാളാകാൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവരുടെ കൂടെ ഒത്തിരി ലിസ്റ്റ് ഉണ്ട് പാസ്റ്റർ, ഒരുപാട് പേർ. ഞാൻ ആരെയും പേര് പറയുന്നില്ല. എന്നാൽ ഞാൻ ഈ പകൽക്കാലം ഈ വെളിപ്പാടിൽ പറയാം, ആ പെരുകിയവരുടെ കൂടെ പൗലോസ് ഉണ്ട്. ലഭിച്ചവരുടെ കൂടെ അല്ല, പെരുകിയവരുടെ കൂടെ. ഒരു ചാൻസോടെ തലമുടി നരച്ചെങ്കിലും, ജരാനരകൾ ബാധിച്ചെങ്കിലും, നിങ്ങളുടെ മനസ്സിനകത്തെ ആത്മാർത്ഥത കണ്ടുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം ഒരു ചാൻസോടെ തരികയാ. ഇത് പെരുകാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്നിലുള്ള ദൈവകൃപ പെരുകാൻ തുടങ്ങുകയാണ്. നീ കണ്ടതോ ചെയ്തതോ അല്ല, ഇതിനപ്പുറം നീ നിൽക്കുന്ന സ്ഥലം, നീ പ്രാർത്ഥിക്കുന്ന സ്ഥലം, നീ കുത്തുന്ന സ്ഥലം, നീ തൊടുന്ന വ്യക്തികൾ, നിന്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന ആളുകൾ, കൃപ പെരുകാൻ തുടങ്ങിയാൽ നിനക്ക് നേരമില്ലാതെ വരും. ആ സമയത്ത് പൗലോസിന്റെ റൂമാലൊക്കെ കൊണ്ടിട്ടാൽ അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ദൈവം പൗലോസ് മുഖാന്തരം. ഓ കർത്താവിനോട് പറയുന്നു, സമയം അതിക്രമിക്കുന്നെങ്കിലും കർത്താവിനോട് പറയുന്ന വാക്കൊന്നോടെ ജനത്തിന് ശ്രദ്ധിച്ചു പറഞ്ഞു കൊടുക്കാൻ. സ്തോത്രം. ആ വാക്ക് കേട്ടോ? 19-ാം അധ്യായം വായിക്കണ്ട, അപ്പോസ്തല പ്രവൃത്തിയിലാണ്. വീണ്ടും ദൈവമായ കർത്താവ് സ്പെഷ്യൽ ദൈവത്തിൻ്റെ ദൂത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വാക്കിങ്ങനെയാ. ഹല്ലേലൂയ. 19-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവൃത്തികളെ ചെയ്യുമ്പോൾ. സ്തോത്രം. ഇന്ന് ഡിസംബർ മാസം 19-ാം തീയതി യോഗത്തിൽ വന്നെടുക്കുമ്പോൾ, ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്, എൻ്റെ പൊന്നു ബ്രദറെ, ദൈവം മുഖാന്തരം സ്തോത്രം ഞാൻ ജീവിക്കുന്നു. ദൈവം മുഖാന്തരം എൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടി ജീവിക്കുന്നു. ദൈവം മുഖാന്തരം ഞാൻ ചാവാതിരിക്കുന്നു. ദൈവം മുഖാന്തരം സ്തോത്രം എനിക്കിന്നത് കിട്ടി എന്നാണ് ഇപ്പം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണം. ഞാൻ ഇത് ഇപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തരുന്നതായി പിടിച്ചു തരുന്നത്. ദൈവം മുഖാന്തരം. പക്ഷെ 19-ാമത്തെ അധ്യായത്തിനകത്തെ ആ വാക്ക് നിങ്ങൾ കേട്ടോ? ദൈവം മുഖാന്തരം പൗലോസ് എന്നല്ല, പൗലോസ് മുഖാന്തരം ദൈവം അസാധാരണ വീര്യപ്രവർത്തികളെ ചെയ്യാൻ തുടങ്ങി. പ്ലേറ്റ് തിരിഞ്ഞു വന്നു. നീ ഒരു മുഖാന്തരമാകും ദൈവത്തിന് പ്രവർത്തിക്കാൻ. ദൈവം മുഖാന്തരം നീ ജീവിച്ചെങ്കിൽ, ഒരു നന്ദിയുള്ള ഹൃദയം നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചു പറ, സ്തോത്രം, തീവണ്ടിക്ക് തല വെക്കാൻ ഇരുന്നവനാ ഞാൻ. സ്തോത്ര, ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും തീരാനിരുന്നവനാ ഞാൻ. അങ്ങ് മുഖാന്തരം കഴിഞ്ഞ 10 കൊല്ലം ഞാൻ ജീവിച്ചു. അങ്ങ് മുഖാന്തരം ഞാൻ അനേകർ അറിയുന്നവനായി മാറി. ഇന്ന് ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എന്നെ തന്നെ നിനക്ക് തരികയോ, എന്നിട്ട് തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മുഖാന്തരം. എന്റെ കർത്താവ് ചിലരെ വിടുവിക്കും.
ഞാൻ മുഖാന്തരം എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കും. ഞാൻ മുഖാന്തരം ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം മുഖാന്തരം എന്ന് പറഞ്ഞൊരു കാലം നമുക്കുണ്ടായിരുന്നു. അത് തട്ടിക്കളയണ്ട. ഞാൻ തിയോളജി തിരുത്തുകയല്ല. ഇന്ന് പകലത്തെ ദൂത് ഞാൻ പറയുകയാണ്. സ്വർഗം പറയുന്നു, ദൈവം കാത്തു നിൽക്കുന്നു. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നീ മുഖാന്തരം എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആരുടെ കാതിലാ ദൈവം അത് പറയുന്നത്? യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പുൽപ്പറ്റിൽ മുറുകെ പിടിച്ചോണ്ട് ഹൃദയം പൊട്ടി ദൈവത്തോട് നന്ദി പറയും. അതെ അപ്പാ, നീ മുഖാന്തരമാണ്. എന്തെങ്കിലും മാന്യത കിട്ടിയെങ്കിൽ അങ്ങ് മുഖാന്തരമാണ്. ഷാജി എം പോൾ എന്ന പേര് ആരെങ്കിലും അറിയുന്നെങ്കിൽ, എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടാണ് ഈ ദൂത് പറയുന്നതെങ്കിലും തൃക്കാൽക്കൽ വീണുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയുന്നു, അപ്പാ, എന്നോട് കാണിച്ച കരുണയ്ക്ക് ഞാൻ എന്ത് പകരം ചെയ്യേണ്ടു? എന്നോട് കാണിച്ച സ്നേഹത്തിന് ഈ 18-ാം ദിവസം ഞാൻ എന്ത് പകരം ചെയ്യേണ്ടു? യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ദൈവസന്നിധിയിൽ പറയൂ? കർത്താവിനോട് പറ, ഞാൻ മുഖാന്തരം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയാം, കൃപ പെരുകാൻ തുടങ്ങിയാൽ നീ ഒരു മുഖാന്തരമാകും. നിന്റെ കുടുംബത്തെ ഉയർത്താൻ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ. പിള്ളേര് പറയും, മമ്മി മുഖാന്തരമാണ് എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റിയത്. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടുത്തെ പൗരസമിതി നിങ്ങൾക്ക് അവാർഡ് തരുന്നതിനേക്കാൾ വലുതാണ്. നിങ്ങൾ നൊന്ത് പ്രസവിച്ച നിന്റെ കുഞ്ഞ് നിന്റെ അടുക്ക വന്നിട്ട്, മമ്മി മുഖാന്തരം ഞാൻ ഇത്രത്തോളം എത്തി. അത് കേൾക്കാൻ കൊതിക്കുന്ന എത്ര അമ്മമാരുണ്ട്. ഇന്ന് അവരുടെ സ്ഥിതി എന്തുമാകട്ടെ, എല്ലാ അമ്മമാരും ഈ വാക്കിനെ മുറുകെ പിടിക്കുക. ഇന്ന് അവരേത് ലെവലുമാകട്ടെ, പക്ഷെ നീ ദൈവകൃപയിൽ അമർന്നാൽ ധാരാളമല്ല. നിന്നിൽ കൃപ പെരുകാൻ തുടങ്ങിയാൽ നീ ഒരു മുഖാന്തരമാകും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എത്രയോ പേരെ കേട്ടിട്ടുണ്ട്. സ്തോത്രം, അതിന് കുറച്ചിലല്ലാതെ മാന്യമായി പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന്. നീ ഒരു മുഖാന്തരമാകണം. യേശുവിന്റെ നാമത്തിൽ കർത്തൃദാസന്മാരെ, ചില ആത്മാക്കൾ, ചില കുടുംബങ്ങൾ കൃപയിൽ വരാൻ നീ ഒരു മുഖാന്തരമാകണം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഈ ദൂതിന്റെ യഥാർത്ഥ അവകാശികളാകണം? 2025 ഈ സഭയ്ക്കകത്ത് ഞാൻ മുഖാന്തരമാകണം. എന്തിന്? ചിലര് വിടുവിക്കപ്പെട്ടു വരാൻ, ചിലര് സൗഖ്യമായി വരാൻ, ചിലര് രക്ഷിക്കപ്പെടാൻ, ചിലര് സ്നാനപ്പെടാൻ, ചിലര് ദൈവത്തെ അറിയാൻ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതിയും മഹത്വവും പുകഴ്ചയും കരേറ്റുന്നു. ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ പകൽ സെഷനിലെ ലാസ്റ്റ് വാക്കുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, കൃപയുടെ 10 പ്രധാനപ്പെട്ട നടപടികൾ. സ്തോത്രം, ഹല്ലേലൂയ. പകലോടെ പറയണമെന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് പകലത്തെ സന്ദേശം തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിനിടയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കർത്താവിനോട് ചോദിച്ചും പറഞ്ഞും ഇരുന്നതിൻ്റെ പേരിൽ ദൈവം നിങ്ങൾക്ക് എൻ്റെ ദൂതിൽപ്പെടാത്ത സ്പെഷ്യൽ മെസ്സേജുകൾ തന്നുകൊണ്ടിരുന്നു. എൻ്റെ സമയം മുഴുവൻ കളഞ്ഞത് നിങ്ങളാണ്. സ്തോത്രം. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചിട്ട് തന്നുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ എനിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസംഗിക്കാൻ പറ്റിയില്ല. സ്തോത്രം. അതിലെനിക്കൊരു ഭാരമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിനകത്ത് കൃപ നമ്മളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന 10 കാര്യങ്ങളുണ്ട്. അതിന്ന് വൈകുന്നേരം പറയാനൊക്കെയുള്ളൂ. ഞാൻ ആ 10 കാര്യങ്ങൾ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞാൽ അത് പ്രയോജനമില്ലാതെ ആയിപ്പോവും. സ്തോത്രം. അത് നന്നായിട്ട് ബോധ്യപ്പെടുത്തണം. ആ 10 കാര്യം കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഈ ലെവലൊന്നും ആയിരിക്കുകയല്ല. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണത് ഇത്രയും നേരം കൊണ്ട് പറഞ്ഞത്. അപ്പം അത് കിട്ടണമെങ്കിൽ വൈകുന്നേരത്തെ യോഗത്തിലൂടെ പങ്കെടുക്കണം. നിങ്ങൾ കാസർഗോഡ് നിന്ന് വന്നതാണെങ്കിലും നാളെ പോകാമെന്ന് തീരുമാനിക്കും. ഏതൊക്കെയാലും വന്നല്ലോ ഇവിടെ വരെ. സ്തോത്രം. അതുകൊണ്ട് അതോടെ കേട്ടിട്ടേ പോകാവൂ. ഇല്ലെങ്കിൽ സ്തോത്രം അടിത്തറയിട്ടിട്ട് മുകളിലേക്ക് മണയാതെ ഇരുന്ന പോലെ ആയിപ്പോവും. ഉണ്ട് വേറെ ഇനി മുമ്പോട്ട് അത് പറയണമെങ്കിൽ ഇനി ഒരു 1.5 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയതെടുക്കും. 10 എണ്ണം പറയണ്ടേ, എല്ലാം ദൂതും പറയണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാൻ ഭയപ്പെടുന്നു. ഈ വാക്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വാക്യം
ഒന്നോടെ നോക്കൂ, കൃപ പലരിലും പെരുകി. ഇത് പെരുകുന്ന കാലമാണ്. പൗലോസ് പറയുന്നു, എല്ലാവർക്കും ധാരാളം കൃപ കിട്ടിയെടുത്തുനിന്ന് അടുത്ത ലെവല് പെരുകാൻ തുടങ്ങി. പെരുകിയപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന്. അപ്പം ആ വാക്കോടെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യാം, കേൾക്കണേ. കൃപ പെരുകിയാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം നിങ്ങൾ ഈ വാക്യത്തോട് ചോദിച്ചാൽ, ബൈബിളിനോട് ചോദിച്ചാൽ, ഈ വാക്യം നിങ്ങൾക്ക് മറുപടി തരും. കൃപ പെരുകിയാൽ സ്തോത്രം വർദ്ധിക്കും. സ്തോത്രം വർദ്ധിക്കും. സ്തോത്രം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? സ്തോത്രം എന്ന വാക്കിന് താങ്ക്സ് ഗീവിംഗ് എന്ന അർത്ഥം. നന്ദി പറയുക, താങ്ക്സ് ഗീവിംഗ്. നമ്മളറിയാതെയൊക്കെ സ്തോത്രം പറയുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതാണ്. സ്തോത്രം, ഇതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. വാഴ്ത്തുക, പുകഴ്ത്തുക, ഉയർത്തുക, സ്തോത്രം ചെയ്യുക എന്നൊക്കെ പറയുന്നതിന് എല്ലാം അർത്ഥവ്യത്യാസമുണ്ട്. സ്തോത്രം ചെയ്യുന്നത് താങ്ക്സ് ഗീവിംഗ് ആണ്. എപ്പോഴാണ് സ്തോത്രം ചെയ്യാൻ പറ്റുക? നമ്മളൊരു സ്തോത്രം മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം കേൾക്കുക. സ്തോത്രം, ഇന്നലെ എന്തോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കാലറി വീണു, ഞടുക്കുഴി പോയി, കാലൊടിഞ്ഞു. പ്ലാസ്റ്റ് ഇട്ടെന്ന് പറയുമ്പോൾ സ്തോത്രം പറയൂ. അങ്ങനെ പറയുമ്പോൾ സ്തോത്രം പറയുന്നവരുണ്ടെങ്കിൽ, കാരണം സ്തോത്രം നമ്മുടെ അസ്ഥാനത്തെല്ലാം കയറി ഇത് പറയും സ്തോത്രം. പക്ഷെ സ്തോത്രം പറയണമെങ്കിൽ ഒരു നന്മ, ആ വാക്കിൻ്റെ യഥാർത്ഥത്തിലെ അർത്ഥം എന്തോ ദൈവം ചെയ്തു, അപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവം ആരെന്നറിഞ്ഞ്. അപ്പൊ കൃപ പെരുകുമ്പോൾ സ്തോത്രം വർദ്ധിക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം, സഭയ്ക്കകത്ത് സ്തോത്രം വർദ്ധിക്കാൻ തുടങ്ങുന്നു. എങ്ങനെ സ്തോത്രം വർദ്ധിക്കാൻ തുടങ്ങുന്നത്? ഇതിനകത്ത് സ്തോത്രം ഒരു ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഇടയിൽ സ്തോത്രം വർദ്ധിക്കാൻ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയാനോ എഴുതി കൊടുക്കാനോ തീരുമാനിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഞങ്ങൾ കണ്ണുനീരോടെയാണ് വന്നത്. ഈ പ്രാർത്ഥനയ്ക്കകത്തെങ്കിലും ദൈവം ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ടു. ആരോടും പറയാൻ കഴിയാത്ത വേദന കൊണ്ടാണ് ഞങ്ങൾ മുമ്പിലേക്ക് പോലും വരാൻ പറ്റാതെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നത്. പക്ഷെ സ്വർഗം അത് കേട്ടു. ദൈവമക്കളെ, ഞാൻ പാസ്റ്ററോട് 5 മിനിറ്റ് ചോദിച്ചു വാങ്ങിച്ചതാണ്. ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നന്ദികേടായിരിക്കുമെന്ന് വിചാരിച്ച്. സ്തോത്രം. അതുകൊണ്ട് അല്ല, എൻ്റെ കാര്യമല്ല, ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. സാക്ഷ്യത്തിൻ്റെ കാര്യം പറയുന്നത്. സ്തോത്രം, 5 മിനിറ്റ് ചോദിച്ചു വാങ്ങിച്ചത് ഇപ്പോഴത്തേക്കല്ല, സാക്ഷ്യത്തിന് വേണ്ടി ചോദിച്ച് പറയുകയാണ്. എനിക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തു എന്ന് പറയുമ്പോൾ സഭ ഒന്നടങ്കം സ്തോത്രം ചെയ്യില്ലേ? എന്നും സഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്ന് ഭിത്തിയച്ചാരി നിന്നുകൊണ്ട് സ്തോത്രം. ഇന്നലെയും പ്രശ്നമായിരുന്നു, കടഭാരം കൊണ്ട് ഭിത്തിയിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ എത്ര സ്തോത്രം പറയാൻ പറ്റും? കൃപ പെരുകുമ്പോൾ സഭയ്ക്കകത്ത് സ്തോത്രം വർദ്ധിക്കും. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ വാതിൽ തുറന്നിടുക. വീണ്ടും ഞാൻ ഈ വർഷാവസാന ദിവസങ്ങളിൽ എനിക്കൊരൊറ്റ ദിവസത്തേക്ക് പ്രസംഗിച്ച് നിങ്ങളെ കൈയടിപ്പിച്ചിട്ട് പോകാനല്ല, എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ഒത്തിരി കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രദ്ധിക്കുന്ന സ്തോത്രം സ്നേഹിക്കുന്ന കൂട്ടായ്മയായതുകൊണ്ട് പറയാം, അടുത്ത വർഷം വീണ്ടും ഞാൻ പറയുക, സ്തോത്രം വർദ്ധിക്കുന്ന വർഷമാകണം. 2024 നിന്നെ കരയിപ്പിച്ച വർഷമാണോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം, ഒരുപാട് സ്തോത്രങ്ങൾ എങ്ങനെ പറയുമെന്ന് തിരിച്ചു ചോദിക്കും. ന്യായമാണ്. എങ്ങനെ സ്തോത്രം പറയാൻ പറ്റുമെന്ന് പാസ്റ്റർ പറ. സ്തോത്രം എന്ന് നിങ്ങൾക്ക് പറയാൻ ന്യായം കണ്ടേക്കാം. ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായി ഭാരങ്ങൾ മാത്രം വരുമ്പോൾ എങ്ങനെ സ്തോത്രം പറയാൻ പറ്റും? അങ്ങനെ ഒരു വർഷമായിരുന്നോ 2024 എനിക്കറിയില്ല. അടുത്ത കൊല്ലം സ്തോത്രം വർദ്ധിക്കണം. അതിന് കൃപ പെരുകണം. സ്തോത്രം, അതിൻ്റെ സാധ്യത ഇന്ന് പകലി മുമ്പിൽ കിടക്കുക. അത് പറയാനാണ് ദൈവം ഇന്ന് പകലക്കാലം എനിക്ക് പ്രേരണ തന്നത്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ചെറുതും വലുതുമായിരിക്കുന്ന എത്രയോ പ്രസംഗങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കൃപയാൽ. പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ വരുമ്പോൾ കർത്താവിനോട് പറയും, ദൈവമേ, അവർക്കുള്ള അന്നത്തേക്കുള്ള ദൂതായിരിക്കണമേ. ഈ പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം,
കൃപ പെരുകാനുള്ള വഴി ഇന്നിവിടെ തുറന്നിടുക. അതിന് ബൈബിളിനെ കൃപ ഉണ്ടാകാനുള്ള വഴികൾ ഈ പ്രസംഗത്തിൻ്റെ വേറൊരു വശമാണ്. അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആരോടെങ്കിലുമൊക്കെ ഹൃദയത്തിനകത്ത് ഒരു കൊഴുത്ത് തടിച്ച മനോഭാവമുണ്ടെങ്കിൽ ഒരു ചാൻസ് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത്. താഴ്മയോടും വിനയത്തോടും കൂടി പറയണം, ആരോടും എനിക്കൊരു വൈരാഗ്യമില്ല, ആരും എൻ്റെ ശത്രുവല്ല, എനിക്ക് കൃപ തന്നാൽ മതി. എന്നെ തകർക്കാൻ, ഒതുക്കാൻ, പൊളിക്കാൻ ഒക്കെ നോക്കിയവരുടെ നടുവിൽ കൃപ തന്നാൽ മതി. ഞാൻ അങ്ങടെ കൈക്ക് കീഴേ ഇരുന്നോളാം, ക്രൂശിൻ്റെ ചോട്ടിലിരുന്നോളാം. താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നൊരു ദൈവം ഉണ്ടെന്നല്ലേ അപ്പോസ്തലന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചത്. ആ കൃപ പെരുകാൻ തുടങ്ങിയാൽ, നിൻ്റെ വീട്ടിൽ പെരുകാൻ തുടങ്ങിയാൽ, നിനക്കെതിരെ എത്ര ശക്തമായ അന്ധകാര ശക്തിയെ വിളിച്ചു വരുത്തി നിന്റെ വീടിന് മുമ്പിൽ പന്തല് കെട്ടി നിനക്ക് വിരോധമായി ദുഷ്ടശക്തികളെ ആവഹിച്ചു വരുത്തി എതിർ നിന്നാലും കൃപയുള്ളവനെ പൊളിക്കാൻ, കൃപ കൊണ്ട് പൊതിഞ്ഞവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് തെളിയിച്ചൊരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ വാക്യം തീരുന്നത് കണ്ടോ ദൈവമക്കളെ? സകലതും, ആ വാക്യം തീരുന്നത് കണ്ടോ? സകലതും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. സ്തോത്രം. സകലതും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. എന്നെ അർത്ഥം എന്താ? ഇതെല്ലാം നമുക്കുള്ളതാണ്. ഈ സകലതും, സ്തോത്രം, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നിങ്ങൾക്കുള്ളതാണിത്. നിങ്ങൾ നിമിത്തമാണ് കൃപ പെരുകുന്നത്. നിങ്ങൾ നിമിത്തമാണ് സ്തോത്രം വർദ്ധിക്കുന്നത്. നിങ്ങൾ നിമിത്തമാണ് വിടുതലുകൾ നടക്കുന്നത്. നിങ്ങൾ നിമിത്തമാണ് സഭ വളരുന്നത്. നിങ്ങൾ നിമിത്തമാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിമിത്തം, ആ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഉച്ചത്തെ സെഷൻ. ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു നിമിഷം ആരും ഈ സമയത്ത് പോകരുത്. ഞാൻ കൂടി ആ 3-4 മിനിറ്റ് കൂടി എടുക്കത്തുള്ളൂ. ഈ 3-4 മിനിറ്റ് കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ദൂത് നിങ്ങളുടെ മേൽ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതുന്നത് പോലെ എഴുതി നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞത്. ഈ സമയത്ത് എത്ര ടയർഡാണെങ്കിലും നിങ്ങൾ 2-3 മിനിറ്റോടെ ദൈവസന്നിധിയിലായിരിക്കുക. എഴുന്നേറ്റ് നിൽക്കുന്നവരെല്ലാവരും, ആരോഗ്യമുള്ളവർ, ശരീരത്തിന് ബലമുള്ളവർ, അല്പനേരം നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. അല്ലാത്തവർ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിടുന്നു. എഴുന്നേറ്റ് നിൽക്കുന്നവർ കണ്ണുകൾ അടയ്ക്കുക. ഒരുമിച്ച് സ്തോത്രത്തിൽ ജാഗരിച്ച് നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് ദൈവം പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് പറഞ്ഞു. യേശുവിൻ നാമത്തിൽ 2-3 കാര്യങ്ങൾ സ്വർഗം എടുത്തു പറഞ്ഞു. പ്രൊഫറ്റിക്കൽ ദൂത് പോലെ ഈ പ്രാർത്ഥനയിൽ കൂടെ നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പാ, ഇത്രയും നാളും ഇനിയും എനിക്കെൻ്റെ ദൈവമാണ് വേണ്ടത്. അങ്ങില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങ് മുഖാന്തരമാണ് ഇനിയും എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനൊരു ദൂത് കേട്ടു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 10ാം വർഷമാണിത്, 15ാം വർഷമാണിത്. എൻ്റെ കർത്താവെ, ഞാനൊരു ശുശ്രൂഷകനായിട്ടത് 22ാമത്തെ വർഷമാണ്. ആരോടോ ദൈവം പറയുന്നു, ഇന്ന് വരെ അങ്ങ് മുഖാന്തരം ഞാൻ നടന്നു, അങ്ങ് മുഖാന്തരം ഞാൻ ചലിച്ചു. ഇന്നൊരു ദൂത് കേട്ടു. ദൈവം പൗലോസ് മുഖാന്തരം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ മുഖാന്തരം ചിലത് സംഭവിക്കും. ഇന്ന് വായിച്ച ഈ വാക്യത്തിന്റെ അവസാന ഭാഗം, സകലതും നിങ്ങൾ മുഖാന്തരമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒരുമിച്ച് സ്തോത്രത്തിൽ ജാഗരിച്ച ദൈവസന്നിധിയിലായിരിക്കട്ടെ. ആത്മനിറവോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കട്ടെ. ഇത് കൃപ പെരുകുന്ന സമയമാണ്. ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് തടസ്സം നിൽക്കുന്ന ചിന്തകൾ, നിന്റെ അകത്ത് വരുന്ന കൃപയെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്ന, കൃപയെ നശിപ്പിച്ചുകൊണ്ടിരുന്ന, വ്യർത്ഥമാക്കിക്കൊണ്ടിരുന്ന, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ കിൻഡല് കണക്കിന് കൃപ കണ്ണുനീരോടെ ചോദിച്ചു വാങ്ങിക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ചോർത്തിക്കളഞ്ഞുകൊണ്ടിരുന്ന ആ ഭയങ്കര ദുഷ്ടശക്തിയെ, ആ ടെൻഡൻസിയെ യേശുവിൻ്റെ നാമത്തിൽ ഈ 2 മണി കഴിഞ്ഞ സമയത്ത് കർത്താവിൻ്റെ അധികാരത്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒരു മുഖാന്തരമാകാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിന് വിരുദ്ധമായ നീക്കങ്ങളെ ജനം ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് സ്തോത്രം പറയുമ്പോൾ, സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ ആ കൃപയുടെ പുതപ്പ് വീഴുന്നത് തിരിച്ചറിയുക. പെരുകട്ടയാണ്, പെരുകട്ടയാണ്.
യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രം വർദ്ധിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ആ വിഷയങ്ങൾ പറഞ്ഞ് സ്തോത്രം ചെയ്തു തുടങ്ങുക. സ്തോത്രം വർദ്ധിക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം വർദ്ധിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യുകയാണ്. കരങ്ങളടിച്ച് നന്ദിയോടെ കണ്ണുകൾ അടച്ച് ആരും ആരെയും നോക്കാതെ പരിശുദ്ധാത്മ പ്രേരണയിൽ ദൈവ സാന്നിധ്യത്തിൽ ഒരുമിച്ച് സ്തോത്രം ചെയ്യട്ടെ. അന്യഭാഷ പറഞ്ഞു നിൽക്കട്ടെ. കൃപ ബ്രദർ, നിൻ മുഖാന്തരം ചിലർ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. നീ പതുങ്ങി നിന്നവനാണ്. നീ പതുങ്ങി നിന്നവനാണ്. നിന്നെ ഇത്രയും നാളും ആരോ ഉന്തിയും തള്ളിയും കൊണ്ട് നടക്കുകയായിരുന്നു. എന്നാൽ സ്വർഗം നിന്റെ ഗീറ് മാറുകയാണ്. നിന്റെ ടേക്ക് ഓഫ് പീരീഡ് ആണിത്. നീ ഉയർന്ന് പറക്കാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം എന്റെ കൂടെ നിന്ന് ആത്മശക്തിയോടെ നീ മുഖാന്തരം കൃപ പെരുകിയവർ മുഖാന്തരം ദൈവം അത് ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എല്ലാവരും പ്രാർത്ഥിച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് അത് ചെയ്യുകയാണ്.